പ്രിയപ്പെട്ട ഡോക്ടർമാരെ, വിദ്യാർത്ഥികളെ, റൂബ്രിക്കുകളുടെ അപഗ്രഥനം അതിൻ്റെ 6ാം ഭാഗത്തിലേക്ക് നമ്മൾ ഇന്ന് കടക്കുകയാണ്. കെൻസ് റെപ്പർട്ടറി, സിന്തസിസ്, മർഫി ആൻഡ് കംപ്ലീറ്റ് റെപ്പർട്ടറി, ഇത്രയും പുസ്തകങ്ങളെ അടിസ്ഥാനമാക്കിയാണ് നമ്മുടെ ചർച്ച പുരോഗമിക്കുന്നത്. ക്ലിനിക്കൽ പ്രാക്ടീസിൽ നമുക്ക് ലഭിക്കുന്ന സിംറ്റംസ്, അത് മെൻ്റൽ സിംറ്റംസ് ആവാം, ഫിസിക്കൽ സിംറ്റംസ് ആവാം, പർട്ടിക്കുലേഴ്സ് ആവാം. അത് എങ്ങനെ കൃത്യമായ റൂബ്രിക്കിലേക്ക് അല്ലെങ്കിൽ മെറ്റീരിയ മെഡിക്കയുടെ ലാംഗ്വേജിലേക്ക് മാറ്റാം എന്നതിനെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് വളരെ രസകരമായതും അതോടൊപ്പം തന്നെ ഉപകാരപ്രദവുമായിട്ടുള്ള കുറച്ച് കണ്ടീഷൻസ് എങ്ങനെ റൂബ്രിക്കായിട്ട് മാറ്റാം എന്നതിനെ പറ്റി നമുക്ക് ചർച്ച ചെയ്യാം. ഡോക്ടറെ നന്നായി പഠിച്ചിരുന്നു, കല്യാണം കഴിഞ്ഞ് ഒരു വീട്ടമ്മയായിട്ട് ഒതുങ്ങിക്കൂടേണ്ട ഒരവസ്ഥ വന്നു. ഒന്നും വിചാരിച്ച പോലെ ആയില്ല. ഡിഗ്രിക്കൊക്കെ നല്ല മാർക്ക് ഉണ്ടായിരുന്നു, കോഴ്സൊക്കെ കംപ്ലീറ്റ് ചെയ്തു. അത് കഴിഞ്ഞൊരു ജോലിക്ക് പോകണമെന്നോ ഹയർ സ്റ്റഡീസിന് പോകണം നമുക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ കല്യാണം കഴിഞ്ഞ് ഒരു വീട്ടമ്മയായിട്ട് ഒതുങ്ങിക്കൂടേണ്ടി വന്നു. ഒന്നും വിചാരിച്ച പോലെ ആയില്ല എന്നാണ് പറയണത്. ഇതെങ്ങനെ നമുക്ക് റൂബ്രിക്കായിട്ട് കൺവേർട്ട് ചെയ്യാമെന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു എറ്റിയോളജിക്കൽ റൂബ്രിക്കാണത് വരുന്നത്. അത് വരുന്നത് എയിൽമെന്റ്സ് ഫ്രം അംബിഷൻ ഡിസീവ്ഡ് എന്നാണ് റൂബ്രിക് വരുന്നത്. എയിൽമെന്റ് ഫ്രം അംബിഷൻ ഡിസീവ്ഡ്, അതാണ് അതിൽ എറ്റിയോളജിക്കൽ റൂബ്രിക് അല്ലെങ്കിൽ കോസേറ്റീവ് എമോഷണൽ മൊഡാലിറ്റി എന്ന് നമുക്ക് പറയാവുന്നത്. അമ്മ എല്ലാം തൻ്റെ മക്കൾക്കും കുടുംബത്തിനും വേണ്ടി ബലി നൽകുന്നു. എല്ലാം മാറ്റിവെച്ച് അമ്മ എല്ലാം സാക്രിഫൈസ് ചെയ്ത് എൻ്റെ മക്കൾ, കുടുംബം, ഭർത്താവ് എന്നുള്ള ആ ഒരു രീതിയിൽ മാത്രം ചിന്തിക്കുന്ന വ്യക്തികൾക്ക് വർക്കൗട്ട് ചെയ്യാൻ 2 റൂബ്രിക്കാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന് സെൽഫ്ലെസ്നെസ്, അനദർ വൺ ഇസ് സർവൈൽ. എല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റി വെക്കുന്നു, എനിക്ക് വേണ്ടി എന്നുള്ള യാതൊരു സ്വന്തം കാര്യത്തിന് ഒരു ഇമ്പോർട്ടൻസും കൊടുക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിതം ബലി നൽകുന്നതിനാണ് സർവൈൽ എന്ന് പറയുന്നത്. ഡോക്ടറെ, അവനെ ശാരീരികമായിട്ടോ മാനസികമായിട്ടോ ഒരു ജോലിയും ചെയ്യില്ല എന്നുള്ളതാണ്. ശരീരം ഇളകിയിട്ട് ഒരു ജോലിയും ചെയ്യില്ല, ഒന്നും വായിക്കുകയില്ല, പഠിക്കുകയില്ല, മാനസികമായിട്ട് ഒരു ജോലിയും ചെയ്യില്ല. അതിൻ്റെ റൂബ്രിക് വരുന്നത് മൈൻഡിൽ ലേസിനെസ് ഫിസിക്കൽ ആൻഡ് മെൻ്റൽ എന്നുള്ളതാണ്. മൈൻഡ് എന്നുള്ള ചാപ്റ്ററിൽ ലേസിനെസ് ഫിസിക്കൽ ഉണ്ട്, ലേസിനെസ് മെൻ്റൽ എന്നും പറഞ്ഞിട്ട് റൂബ്രിക് കൊടുത്തിട്ടുണ്ട്. 2 ജോലിയും ചെയ്യൂല. അമ്മ വഴക്ക് പറഞ്ഞു, അവൻ വീട് വിട്ടിറങ്ങി എന്നുള്ളതാണ്. എന്നുവെച്ചാൽ ഇപ്പോഴത്തെ കാലത്ത് കുട്ടികൾക്ക് അവർ ഉപദേശിക്കുന്നതൊന്നും ഇഷ്ടമല്ലല്ലോ. അപ്പം അങ്ങനെ വഴക്ക് പറഞ്ഞു, അവൻ വീട് വിട്ട് ഇറങ്ങി എന്നുള്ളതാണ്. അതിന് റിലേറ്റഡ് ആയിട്ട് 2 റൂബ്രിക്കാണ് വരുന്നത്. ഒന്ന് അഡ്മോണേഷൻ അഗ്രവേറ്റ്സ്, എന്ന് വെച്ചാൽ ശാസന എന്നാണ് പറയുക, ജെന്റിൽ അഡ്വൈസ്. കുട്ടി നന്നാവട്ടെ എന്ന് കരുതി ഉപദേശിക്കുന്നതിനാണ്, മുതിർന്ന ആൾക്കാർ ഉപദേശിക്കുന്നതിനാണ് അഡ്മോണേഷൻ എന്ന് പറയും. ഇപ്പോഴത്തെ തലമുറക്ക് അതൊന്നും ഇഷ്ടമല്ല. അഡ്മോണേഷൻ അഗ്രവേറ്റ്സ്. രണ്ടാമത്തേത് എസ്കേപ്പ് അറ്റംപ്റ്റ് ടു ഹൗസ് എന്നുള്ളതാണ്, വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ. മുമ്പ് എനിക്ക് മൂത്ത മകളോട് അല്ലെങ്കിൽ മകളോട് വലിയ ഇഷ്ടമായിരുന്നു. ഇപ്പോൾ പെട്ടെന്ന് എന്താണെന്നറിയില്ല, ഒരു വെറുപ്പ് വന്നു. എൻ്റെ ഭർത്താവിൻ്റെ അച്ഛൻ അങ്ങനെയാണ്, എന്താ പറ്റിയെന്ന് അറിയില്ല. മോളോട് വലിയ ഇഷ്ടമായിരുന്നു, പക്ഷെ ഇപ്പോൾ വല്ലാത്തൊരു വെറുപ്പ് പോലെയാണെന്നുള്ള. അത് മുമ്പ് വളരെ ഇഷ്ടത്തോടെ സ്നേഹത്തോടെ കൊണ്ടു നടന്നിട്ടുള്ള ആളോട് ഇപ്പോൾ വല്ലാത്തൊരു മനസ്സിലൊരു വെറുപ്പ് വരുന്നതിനാണ് ഈ റൂബ്രിക്ക് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത്. എങ്ങനെയാണ് അത് വർക്കൗട്ട് ചെയ്യാൻ? നമ്മൾ അവേർഷൻ എന്ന് പറഞ്ഞിട്ട് തന്നെ റൂബ്രിക്ക് കൊടുത്തിട്ടുണ്ട്. അവേർഷൻ ചിൽഡ്രൻ ടു ബിലവഡ് ചിൽഡ്രൻ ബിക്കം സഡൻലി ബർഡൻസം ഫോർ ഹിം ഓർ ഹിസ്. വളരെ സ്നേഹത്തോടു കൂടി നടന്നിരുന്ന കുട്ടികൾ പെട്ടെന്ന് അവരോട് വെറുപ്പ് തോന്നുന്ന കണ്ടീഷനിലാണ് ഈ റൂബ്രിക്ക് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത്. കല്യാണം കഴിച്ച് അമ്മയായി കുട്ടികൾ ഉണ്ടാവണമെന്ന ആഗ്രഹം അവൾക്ക് ചെറുപ്പം തന്നെ ഉണ്ടായിരുന്നു. ചെറുപ്പത്തിലെ അവളുടെ ആഗ്രഹം എങ്ങനെയാണ്? കല്യാണം കഴിക്കുക. അത് മാത്രമേ ലൈഫിൽ എയിമുള്ളൂ. വേറെ നല്ല ജോലി വേണമെന്നോ സൊസൈറ്റിയിൽ ഒരു പൊസിഷൻ വേണമെന്നോ ഹയർ സ്റ്റഡീസിന് പോകണമെന്നോ ഒന്നും ആഗ്രഹമില്ല. കല്യാണം കഴിക്കണം, പ്രസവിക്കണം, കുട്ടികളെ വളർത്തണം, അത് മാത്രമാണ് അവളുടെ ലൈഫിലെ എയിം എന്ന് പറയുന്നത്. ചിൽഡ്രൻ ബിഗറ്റ് ടു ഹാവ്, ചിൽഡ്രൻ ഡിസേർവ് ടു. That's a rubric in that condition. Children beget and to have children, that's deserved to. ദേഷ്യം പിടിച്ചാൽ വീട്ടിലെ ഏറ്റവും വിലപിടിപ്പുള്ള സാധനങ്ങൾ മാത്രം അയാൾ നശിപ്പിക്കും. മദ്യപിച്ചിട്ടാണെങ്കിലും വാട്ട് എവർ ഇറ്റ് മേ ബി, ദേഷ്യം പിടിച്ചു കഴിഞ്ഞാൽ ഏറ്റവും വിലപിടിപ്പുള്ള സാധനങ്ങൾ മാത്രം തെരഞ്ഞു പിടിച്ചിട്ട് അയാൾ അല്ലെങ്കിൽ അവൾ നശിപ്പിക്കുമെന്നാണ് പറയുന്നത്. അതെങ്ങനെ നമുക്ക് റൂബ്രിക്കായിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റും? അതിന് പറയുന്നത് ബ്രേക്കിംഗ് തിങ്സ് വാല്യബിൾ അതേഴ്സ്. മൈൻഡിൽ ബ്രേക്കിംഗ് എന്ന് പറഞ്ഞിട്ട് റൂബ്രിക് ഉണ്ട്. അതിൽ ബ്രേക്കിംഗ് തിങ്സ് വാല്യബിൾ അതേഴ്സ് ഫോർ എന്നാണ്.
ഡോക്ടറെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ വല്ലാണ്ട് മനസ്സിൽ തട്ടുമെന്നാണ് പറയുന്നത്. ഇതേ കണ്ടീഷൻ നമുക്ക് ക്ലാസ് എടുക്കുന്ന ആൾക്കാർക്ക് ടീച്ചേഴ്സിനും ഉപയോഗിക്കാം. കാരണം എന്താ പറയുക, ഏതെങ്കിലും ഒരു സ്റ്റുഡൻറ്റ് അത് അങ്ങനെയല്ല എങ്ങനെയാണെന്ന് പറഞ്ഞാൽ അവർക്ക് ടീച്ചേഴ്സിന് വല്ലാണ്ട് അങ്ങോട്ട് ഫീൽ ചെയ്യും. എങ്ങനെ നമ്മളത് റൂബ്രിക്കായിട്ട് വർക്കൗട്ട് ചെയ്യാം? ആരെങ്കിലും എന്തെങ്കിലും എതിർത്ത് പറഞ്ഞാൽ വല്ലാണ്ട് ദേഷ്യം വരും, അല്ലാന്നുണ്ടെങ്കിൽ സങ്കടം വരും, രണ്ടും ആവാം. അപ്പം അതിനുള്ള റൂബ്രിക്ക് പറയുന്നത് സെൻസിറ്റീവ് എന്ന് പറഞ്ഞിട്ട് റൂബ്രിക്ക് ഉണ്ട്. അതിൽ സബ് റൂബ്രിക്കാണ് ക്രിറ്റിസിസം ടു. എന്നെ ആരും ക്രിട്ടിസൈസ് ചെയ്താൽ എനിക്ക് വല്ലാണ്ടങ്ങ് ഫീൽ ചെയ്യും. ആ കുട്ടി അങ്ങനെ സംസാരിച്ചല്ലോ ക്ലാസ്സിൽ. ഇപ്പോൾ ഏതെങ്കിലും ഒരു ചോദ്യം ചോദിക്കുന്ന സമയത്ത് ആ ചോദ്യം അങ്ങനെയല്ല, എങ്ങനെയാണ് ഉത്തരം എങ്ങനെയല്ല എന്ന് ഏതെങ്കിലും ഒരു സ്റ്റുഡൻ്റ് ഒക്കെ പറഞ്ഞാൽ ചില ടീച്ചേഴ്സിന് വല്ലാണ്ടങ്ങ് ഫീൽ ചെയ്യും. സോ സെൻസിറ്റീവ് ക്രിറ്റിസിസം ടു എന്നുള്ളതാണ്. ദെൻ മുന്നിൽ ഒരു പുഴയൊക്കെ ഉള്ള ഒരു വീട്ടിൽ താമസിക്കണമെന്ന് വല്ലാത്തൊരാഗ്രഹം. വീട്ടിന് മുന്നിലൂടെ അല്ലെങ്കിൽ കടൽ തീരത്ത് ഒരു വീട് വേണം, അല്ലെങ്കിൽ ഒരു പുഴയുടെ തീരത്ത് ഒരു വീട് വേണം എന്നുള്ളൊരു ആഗ്രഹമാണ്. വാട്ടർ എന്ന് പറഞ്ഞിട്ട് എൻ്റെ മൈൻഡിൽ റൂബ്രിക് ഉണ്ട്. ലിവ് ക്ലോസർ ടു വാട്ടർ വാൺസ്. ലൈവ് ക്ലോസർ ടു വാട്ടർ വാൺസ്. ദാറ്റ്സ് എ റൂബ്രിക് ഇൻ ദാറ്റ് കണ്ടീഷൻ. അമ്മ ഭക്ഷണം കൊടുക്കുമ്പോൾ അമ്മയുടെ മുഖത്തേക്ക് തുപ്പുവാൻ, അത് അവൻ്റെ സ്ഥിരം ഏർപ്പാടാണ്. അല്ലെങ്കിൽ ആര് ഭക്ഷണം കൊടുക്കുകയാണെങ്കിലും അവരുടെ മുഖത്തേക്ക് തുപ്പുന്ന സ്വഭാവമുള്ള കുട്ടികൾ. റൂബ്രിക് സ്പിറ്റിംഗ് എന്നാണ്. മൈൻഡിൽ സ്പിറ്റിംഗ് നൈബേഴ്സ്, ഫീഡിങ് വെൻ ദേ ആർ. അവന് ഫീഡ് ചെയ്യുന്ന സമയത്ത് അവരുടെ മുഖത്തേക്ക് തുപ്പുന്ന കുട്ടികൾ. ഡോക്ടറെ കൈയും കാലൊക്കെ വല്ലാണ്ട് തളർന്നു പോകുന്ന പോലെ ഒരു ക്ഷീണം ഉണ്ടെന്ന് പറയാം. എനിക്കൊരു പേടി ഡോക്ടർ, എൻ്റെ കൈയും കാലൊക്കെ തളർന്നു. അത് പലപ്പോഴും പേഷ്യൻസ് നമ്മളോട് ഒന്ന് പറയാറുണ്ട്. ഏതെങ്കിലും കൈൻ്റെ ഒരു സൈഡിൽ ലേശം ഒരു തരിപ്പ് വന്നാൽ ഡോക്ടറെ കാലൊക്കെ ഇപ്പോൾ തളർന്നു പോകുമോ എന്നുള്ളൊരു തോന്നുന്നുണ്ട്. അതേപോലെ വല്ലാത്തൊരു പേടിയും ക്ഷീണമൊക്കെ വരുന്നുണ്ടെന്ന് പറയും. അപ്പോൾ അതിൽ രണ്ട് റൂബ്രിക്കുകളാണുള്ളത്. ഫിയറിൽ പാരാലിസിസ് ആയി പോകുമെന്നുള്ള പേടി, അതേപോലെ ഡെലൂഷൻ പാരലൈസ്ഡ് അബൌട്ട് ടു ബി. ഈ രണ്ട് റൂബ്രിക്കാണ് ആ കണ്ടീഷനിൽ റിലേറ്റഡ് ആയിട്ട് വരുന്നത്. പേഷ്യൻസ് പറയുന്ന ഓരോ കാര്യവും നമുക്ക് റൂബ്രിക്കായിട്ട് അല്ലെങ്കിൽ മെറ്റീരിയൽ മെഡിക്കയുടെ ലാംഗ്വേജിലേക്ക് മാറ്റാൻ പറ്റും. പക്ഷെ നമ്മൾ വളരെ ശ്രദ്ധിച്ചിരിക്കണം അവരെന്താണ് പറയണത് എന്നുള്ളത്. ഡോക്ടർ ഒന്നും ഇത് നേരെ ചൊവ്വേ ചെയ്യാൻ പറ്റണില്ല, ആകെ കൂടെ ഒരു കൺഫ്യൂഷനാണ്, ടോട്ടൽ കൺഫ്യൂഷനാണ്. സിമ്പിൾ കൺഫ്യൂഷൻ അല്ല, ടോട്ടൽ കൺഫ്യൂഷനാണ് ഈ റൂബ്രിക്ക് നമ്മൾ വർക്കൗട്ട് ചെയ്യാം. ഒന്നും നേരെ ചൊവ്വേ ചെയ്യാൻ പറ്റുന്നില്ല, ആകെ കൂടെ ഒരു കൺഫ്യൂഷനാണെന്നുള്ളത്. ചയോട്ടിക് എന്നാണ് ഇതിൻ്റെ റൂബ്രിക്ക്. CHAOTIC. ചയോട്ടിക്. ടോട്ടൽ കൺഫ്യൂഷനാണ്. ആരോടും ഒന്നും പറയാതെ അവൾ തന്നിലേക്ക് തന്നെ ഉൾവലിഞ്ഞു. ഡിപ്രഷൻ്റെ ഒരു സ്റ്റേജാണത്. ആരോടൊന്നും തുറന്ന് പറയാതെ, ഒന്നും പറയാതെ അവൾ തന്നിലേക്ക് തന്നെ ഉൾവലിഞ്ഞു നിൽക്കുകയാണെന്ന് പറയും. റിസർവ്ഡ് അല്ല, അതിനേക്കാളും കുറച്ചും കൂടെ ഒരു ഇതായിട്ടുള്ളൊരു കണ്ടീഷനാണ്. റിസർവ്ഡിൽ അങ്ങനെ ഉൾവലിയലൊന്നും ഉണ്ടാവില്ല. അവരവരുടെ ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കും. ആവശ്യമുള്ള സമയത്ത് അവർ നന്നായിട്ട് വർക്ക് ചെയ്യും. പക്ഷെ ഇതിൽ വല്ലാണ്ട് അങ്ങോട്ട് ഉൾവലിഞ്ഞു പോയി എന്നുള്ളതാണ്. ആ കണ്ടീഷനിൽ നമുക്ക് വർക്കൗട്ട് ചെയ്യേണ്ട റൂബ്രിക്ക് സൾക്കി എന്നുള്ളതാണ്. സൾക്കി, SULKY. എപ്പോഴും അവന് സെക്സിനെ പറ്റി മാത്രം പറഞ്ഞുകൊണ്ടിരിക്കും, വേറൊരു വിചാരവും ഇല്ല. പക്ഷേ പ്രാക്ടിക്കൽ ഇൻ്റലിജൻസ് ഇല്ല, സംസാരം മാത്രമേ ഉള്ളൂ. മിക്കവാറും കേസിലൊക്കെ അങ്ങനെയാണ്. പക്ഷേ എങ്കിൽ എപ്പോഴും ഇതിനെപ്പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനത്തെ കേസിൽ നമ്മൾ എന്ത് റൂബ്രിക്ക വർക്കൗട്ട് ചെയ്യാം? എപ്പോഴും സെക്സിനെ പറ്റി സ്വപ്നത്തിലാണെങ്കിലും ഉറക്കത്തിലാണെങ്കിലും, ഊണിലും ഉറക്കത്തിലും അവൻ അതേ വിചാരമുള്ളൂ എന്ന് പറയാറില്ല. പക്ഷെ പ്രാക്ടിക്കൽ ഇൻ്റലിജൻസ് ഈസ് നോട്ട് നെസസറി എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അമോറോസ് എന്നാണ് അതിന് റൂബ്രിക്ക് വർക്കൗട്ട് ചെയ്യുക. അമോറോസ്, AMOROUS. അവൻ്റെ ജീവിതത്തിന് നല്ലൊരു ഭാഗം അവൻ സെക്സിന് വേണ്ടി ചെലവഴിച്ചു എന്നുള്ളതാണ്. എക്സ്ട്രീം സെക്ഷൽ ഡിസയർ എന്ന് പറയുന്ന ഒരു റൂബ്രിക്കാണ്. ലൈഫിൻ്റെ നല്ലൊരു പാർട്ട്, നല്ലൊരു സമ്പത്ത് അവൻ്റെ സെക്സിന് വേണ്ടിയാണ് അവൻ ചെലവഴിച്ചതെന്ന് പറയും. അതിൻ്റെ റൂബ്രിക്ക് ലാസീവിയസ്നെസ് എന്നുള്ളതാണ് റൂബ്രിക്ക്. എക്സ്ട്രീം ഡിസയർ ഫോർ സെക്സ്. അതിൻ്റെ നെക്സ്റ്റ് ഹൈ ഗ്രേഡ് എന്ന് വേണമെങ്കിൽ അമാറ്റീവ്നെസ് എന്ന് പറഞ്ഞിട്ട് സിന്തസിസ് റിപ്പോർട്ടിൽ റൂബ്രിക്ക് കൊടുത്തിട്ടുണ്ട്. ലാസീവിയസിനേക്കാളും കുറച്ച് കൂടിയ ഡിഗ്രിയാണ് ഈ അമേറ്റീവ്നെസ് എന്ന് പറയുന്നത്. ഡോക്ടറെ അവനൊരു പാവാണ്, ആർക്കും പറ്റിക്കുക എന്ന് പറയും. അവനൊരു പാവാണ്, ആർക്കും പറ്റിക്കാം. എന്ത് റൂബ്രിക്ക നമ്മൾ ആ കണ്ടീഷനിൽ വർക്കൗട്ട് ചെയ്യാം? നേരത്തെ നമ്മൾ ക്രെഡുലസ് എന്ന് പറഞ്ഞ റൂബ്രിക്ക് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ആര് പറഞ്ഞാലും പെട്ടെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ്. ഇത് അതിൻ്റെ കുറച്ചും കൂടി ഒരു വേരിയൻ്റ് ആണ്. വളരെ പാവമായിട്ടുള്ള ആൾക്കാർ ആർക്കും പറ്റിക്കാമെന്നല്ല. നെയ്വ് എന്നാണ് അതിൻ്റെ റൂബ്രിക്ക്. NAIV. ഡോക്ടറെ ഭാര്യ അങ്ങേയറ്റം അനുസരണശീലമുള്ളവളാണ് എന്നുള്ളത്. അങ്ങേയറ്റത്തെ അനുസരണശീലമുള്ളവളാണ്, എന്ത് പറഞ്ഞാലും അത് അങ്ങനെ അങ്ങോട്ട് ചെയ്തോളും. ഒബ്സിക്യൂസ് എന്നാണ് അതിൻ്റെ റൂബ്രിക്ക്. അതിനോട് സിമിലർ ആയിട്ടുള്ള റൂബ്രിക്കാണ് സർവൈൽ എന്ന് പറയുന്നത്. സർവൈൽ, ഒബ്സിക്യൂസ് ഓർ
സെർവൈൽ. ഡോക്ടർ എന്തെങ്കിലും ഒരു കാര്യം കിട്ടിയാൽ അവൾ അതിൽ അങ്ങോട്ട് മുഴുകിയിരിക്കുമെന്നുള്ളതാണ്. എന്തെങ്കിലും ഒരു ജോലി കിട്ടിയാൽ പിന്നെ ഫുൾ അതിൻ്റെ മുകളിൽ തന്നെയാണ് അവളെന്ന് പറയും. അതിൽ ഓക്യുപ്പൈഡ് എന്നാണ് ഒരു റൂബ്രിക് വരുന്നത്. രണ്ടാമത് റൂബ്രിക് അതിനോട് റിലേറ്റഡ് ആയിട്ട് വരുന്നത് അബ്സോർബ്ഡ് എന്നുള്ളതാണ്. ഇന്റലക്ച്വൽ ആയിട്ടുള്ള മെന്റൽ റൂബ്രിക്കാണ് അബ്സോർബ്ഡ്. ഇപ്പോൾ സയന്റിസ്റ്റുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പഠനത്തിൽ മുഴുകിയിരിക്കുന്നതിന് അബ്സോർബ്ഡ് എന്ന് പറയും. പക്ഷെ എന്തെങ്കിലും ഒരു ജോലിയിൽ മുഴുകിയിരിക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ബെറ്റർ ടു ടേക്ക് ദി റൂബ്രിക് ഓക്യുപ്പൈഡ് എന്നുള്ളതാണ്. മുതിർന്ന വ്യക്തി കുട്ടികളെ പോലെ പക്വതയില്ലാതെ പെരുമാറുന്നു. മുതിർന്ന വ്യക്തി കുട്ടികളെ പോലെ പക്വതയില്ലാതെ പെരുമാറുന്നു. എന്ത് റൂബ്രിക് നമ്മൾ അതിൽ വർക്കൗട്ട് ചെയ്യും? 40 വയസ്സുള്ള ആളാണ്, കുട്ടികളിയാണ് ഇപ്പോഴും അവനെന്ന് പറയും. ചൈൽഡിഷ് ബിഹേവിയർ എന്നുള്ള റൂബ്രിക്കാണ് അതിൽ വർക്കൗട്ട് ചെയ്യുക. ചൈൽഡിഷ് ബിഹേവിയർ. എതിർലിംഗത്തിലുള്ള രക്ഷിതാക്കളുമായി ലൈംഗിക ബന്ധത്തിന് താല്പര്യം. ഫ്രോയിഡിന്റെ ഒരു കൺസെപ്റ്റ് ആണത്. അത് റെപ്പർട്ടറിയിൽ നമുക്ക് വർക്കൗട്ട് ചെയ്യാം. ഓപ്പോസിറ്റ് സെക്സ് ഉള്ള പാരൻസ് ആയിട്ട് ലൈംഗിക ബന്ധത്തിന് താല്പര്യപ്പെടുക കുട്ടികൾ. ഈഡിപ്പസ് കോംപ്ലക്സ് എന്നാണ് അതിന്റെ റൂബ്രിക് വരുന്നത്. ഈഡിപ്പസ് കോംപ്ലക്സ് എന്ന് പറഞ്ഞിട്ട് തന്നെ ഡയറക്റ്റ് ആയിട്ട് റൂബ്രിക് സിന്തസിസ് റെപ്പർട്ടറിയിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ തന്നെയാണ് എപ്പോഴും ശരി. അതൊരു ഒബ്സ്റ്റിനേറ്റ് കണ്ടീഷനും കൂടിയാണ് കേട്ടോ. ഞാൻ തന്നെയാണ് ശരി, ഞാൻ പറയുന്നതാണ് ശരി, അതിൻ്റെ അപ്പുറത്തൊന്നുമില്ല എന്നുള്ളത്. അതിന് വർക്കൗട്ട് ചെയ്യുക റൂബ്രിക് പോസിറ്റീവ്നെസ് എന്നുള്ളതാണ്. ഈ പോസിറ്റീവ്നെസ് പലപ്പോഴും നമ്മൾ തെറ്റായിട്ട് ഒപ്റ്റിമിസത്തിനായിട്ട് റൂബ്രിക് എടുക്കാറുണ്ട്. അങ്ങനെയല്ല. പോസിറ്റീവ്നെസ് എന്ന് പറഞ്ഞാൽ ടൈപ്പ് ഓഫ് ഒബ്സ്റ്റിനസി ആണ്. ഞാൻ ശരി, ഞാൻ റൈറ്റ്, ഞാൻ പറയുന്നത് തന്നെയാണ് എപ്പോഴും ശരി. അതാണ് പോസിറ്റീവ്നെസ് എന്ന് പറയുന്ന റൂബ്രിക്കിന്റെ ഇന്റർപ്രിട്ടേഷൻ. ഡോക്ടർ, എൻ്റെ വീട്ടിൽ 3 ഡോറുള്ള ഫ്രിഡ്ജ് ഉണ്ട്, നായക്ക് ഇത്രയും വിലയുണ്ടെന്ന്. എന്ന് വെച്ചാൽ കൊച്ചു കൊച്ചു കാര്യങ്ങൾ വരെ അല്ലെങ്കിൽ ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ വല്ലാണ്ട് പുകഴ്ത്തി പറയുന്നതിനാണ് നമ്മൾ വർക്കൗട്ട് ചെയ്യുക റൂബ്രിക് വാനിറ്റി എന്നാണ്. വാനിറ്റി ബാഗ് എന്നുള്ള കൺസെപ്റ്റ് ചിലപ്പോൾ ഇന്നായിരിക്കും പൊങ്ങച്ചം പറയാന്ന് പറയും. എൻ്റെ വീട്ടിലെ നായക്ക് ഇത്ര വിലയുണ്ട്, അതിന് 4 കാല് മാത്രമല്ല നല്ലൊരു മൂക്കുണ്ട് എന്നൊക്കെ പറയുന്ന രീതിയിൽ പുകഴ്ത്തി പറയുന്നതിനാണ് വാനിറ്റി എന്ന് പറയുന്നത്. എപ്പോഴും സ്വയം പുകഴ്ത്തി സംസാരിക്കുന്ന ആള് അയാൾ ചെയ്ത കാര്യങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇതും വാനിറ്റിയും തമ്മിലൊരു വ്യത്യാസം ഉണ്ട് കേട്ടോ. വാനിറ്റിയിൽ അങ്ങനെ കാര്യമായിട്ട് അച്ചീവ്മെന്റ് ഒന്നും ഉണ്ടാവില്ല. പക്ഷേ ഈ ബോസ്റ്റർ എന്ന് പറയുമ്പോൾ അവർ ചില കാര്യങ്ങൾ അവർ നേടിയിട്ടുണ്ടാവും, അച്ചീവ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അതിനെപ്പറ്റി ഇങ്ങനെ പുകഴ്ത്തി പറഞ്ഞുകൊണ്ടിരിക്കും. ഞാനന്ന് പ്രിൻസിപ്പൾ ആയിരുന്ന കാലഘട്ടത്തിലാണ് ഈ സ്ഥാപനത്തിന് ഇത്രയും ഡെവലപ്മെന്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നത് എന്ന് വെച്ചാൽ കുറച്ച് ഡെവലപ്മെന്റ് ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഞാൻ ഡയറക്ടർ ആയ കാലഘട്ടത്തിലാണ് ഹോമിയോപ്പതിക്ക് ഇത്രയും പുരോഗതി ഉണ്ടായതെന്ന് പറയും. പക്ഷെ കുറച്ച് പുരോഗതിയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എല്ലാ അവസരങ്ങളിലും എല്ലാ വേദികളിലും അവരിതന്നെ അങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കും. അതിനാണ് നമ്മൾ ബോസ്റ്റർ എന്നുള്ള റൂബ്രിക് വർക്കൗട്ട് ചെയ്യണത്. അസുഖം വരുന്നതിന് മുമ്പുള്ള കാര്യങ്ങൾ അയാൾക്ക് നല്ല ഓർമ്മയുണ്ട്. ഇപ്പോൾ റോഡ് ട്രാഫിക് ആക്സിഡന്റ് ആണ്, അല്ലെങ്കിൽ ബ്രെയിനിന് എന്തെങ്കിലും ഡാമേജ് ഒക്കെ പറ്റിയൊരു കേസാണ്, വാട്ട് എവർ ഇറ്റ് മേ ബി. അസുഖം വന്നതിന് മുമ്പുള്ള കാര്യങ്ങളൊക്കെ അയാൾക്ക് നല്ല ഓർമ്മയുണ്ട്. ഇപ്പോൾ കുറെ കാലമായിട്ട് കിടപ്പിലാണ്, പക്ഷെ അസുഖം വന്നതിന് ശേഷമുള്ള കാര്യങ്ങളൊന്നും അയാൾക്ക് ഓർമ്മയില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിന് റൂബ്രിക് വരുന്നത് മെമ്മറി ആക്റ്റീവ് പാസ്റ്റ് ഇവന്റ്സ് ഫോർ പ്രീവിയസ് ടു ദി ഇൽനെസ് എന്നുള്ളതാണ്. മെമ്മറി ആക്റ്റീവ് പാസ്റ്റ് ഇവന്റ്സ് ഫോർ പ്രീവിയസ് ഇൽനെസ് ബിഫോർ. അതാണ് അതിൽ റൂബ്രിക് വരുന്നത്. 2016 എന്നോട് നീ അങ്ങനെ ചെയ്തില്ലേ, അന്നേ നിങ്ങളുടെ സ്വഭാവം അങ്ങനെയാണ് എന്ന് വെച്ചാൽ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ് നടന്ന കാര്യങ്ങൾ പറഞ്ഞ് കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കാം. ചില പാരന്റ്സിന് അല്ലെങ്കിൽ കുട്ടികൾ തമ്മിൽ അങ്ങനെ പറയാല്ലേ, നീ പോയിട്ട് ഒരു ഗ്ലാസ് വെള്ളം എടുത്തുണ്ടെന്ന് അനിയത്തിയോട് പറഞ്ഞാൽ നീ അതിന് 3 മാസം മുമ്പ് ഇന്ന ദിവസം ഇന്ന സമയത്ത് ഞാനങ്ങനെ വെള്ളം എടുത്തുതരാൻ പറഞ്ഞിട്ട് നീ എടുത്തു തന്നിട്ടില്ലല്ലോ എന്നുള്ളതാ പറയാം. അപ്പോൾ പഴയ കാര്യങ്ങൾ പറഞ്ഞ് കുത്തിക്കൊണ്ട് സംസാരിക്കുന്ന പ്രകൃതം. മെമ്മറി ആക്റ്റീവ് പാസ്റ്റ് ഇവന്റ്സ് ഫോർ ഹോണ്ടഡ് ബൈ ആൻഡ് ലോങ്ങിങ് ഫോർ റിമെമ്പറിംഗ് ദി പാസ്റ്റ് ഇവന്റ്സ് എന്നുള്ളതാണ്. മെമ്മറി ആക്റ്റീവ് പാസ്റ്റ് ഇവന്റ്സ് ഫോർ ഹോണ്ടഡ് ബൈ ആൻഡ് ലോങ്ങിങ് ഫോർ റിമെമ്പറിംഗ് ദി പാസ്റ്റ് ഇവന്റ്സ്. ഹോംവർക്ക് നാളെ 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 എന്ന് പറഞ്ഞ് നീട്ടിക്കൊണ്ടുപോകുന്ന കുട്ടികൾ, അല്ലെങ്കിൽ മുതിർന്ന ആൾക്കാരാണെങ്കിലും എല്ലാം നാളേക്ക് വെക്കാം അല്ലെങ്കിൽ അടുത്ത ആഴ്ച നോക്കാം എന്ന് പറഞ്ഞ് നീട്ടി പോകുന്ന പ്രകൃതം. പ്രൊക്കാസ്റ്റിനേറ്റ് ആൻഡ് പോസ്റ്റ്പോണിങ് 2 റൂബ്രിക്കാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ചില റെപ്പോർട്ടിൽ പോസ്റ്റ്പോണിങ് എന്നാണെങ്കിൽ ചിലതിൽ പ്രൊക്കാസ്റ്റിനേറ്റ് എന്നാണ് റൂബ്രിക്ക് കൊടുത്തിരിക്കുന്നത്. ഒരു കാര്യത്തിൽ മാത്രം ഒറ്റത്തവണ, അതായത് ഒരു തവണ ശ്രദ്ധിക്കുകയും ആ കാര്യം നേടിയെടുത്തതിന് ശേഷം മാത്രം മറ്റു കാര്യങ്ങളിലേക്ക് പോവുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ശ്രദ്ധിച്ച് അത് അവർ നേടിയെടുക്കുന്നത് വരെ അവർ പരിശ്രമിക്കുന്നതാണ്. എന്നിട്ടേ മറ്റൊരു കാര്യത്തിൽ അവർ കോൺസെൻട്രേറ്റ് ചെയ്യുള്ളൂ. അങ്ങനെ പല കാര്യങ്ങളും നേടിയെടുക്കുന്നതിന് നമ്മളെ ആംബിഷൻ,
ഇൻക്രീസ്, അതേപോലെ ആർഡൻ എന്നൊക്കെ പറഞ്ഞിട്ട് റൂബ്രിക് ഉണ്ട്. പക്ഷെ ഇതിൽ അങ്ങനെയല്ല, ഒരു പർപ്പസിൽ മാത്രം ശ്രദ്ധിക്കും, അത് ക്ലിയർ ആയി കഴിയും, അതെങ്ങനെയും അവർ നേടിയെടുത്തിരിക്കും. അതിനുള്ള റൂബ്രിക്കാണ് പർപ്പസ്ഫുൾ. പർപ്പസ്ഫുൾ എന്നുള്ളതാണ് ആ കണ്ടീഷനിൽ നമ്മൾ റൂബ്രിക്ക് വർക്കൗട്ട് ചെയ്യേണ്ടത്. ഡോക്ടറെ അസുഖം വന്നാൽ അവളിങ്ങനെ മോങ്ങിക്കൊണ്ടേയിരിക്കും, ചൊറിഞ്ഞ് ചൊറിഞ്ഞ് അങ്ങനെ ഇരിക്കും, അയ്യോ 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 എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കും എന്നുള്ളതാണ്. കെൻഡിലൊക്കെ ഉള്ള റൂബ്രിക്കാണ്. എങ്ങനെ നമ്മളത് വർക്കൗട്ട് ചെയ്യാം? ലാമെന്റിങ് എന്നുള്ളതാണ് റൂബ്രിക്. സിക്നെസ് അബൌട്ട്, ആ അസുഖത്തിനെ പറ്റി പറഞ്ഞുകൊണ്ട് അങ്ങനെ മോങ്ങിയിരിക്കുന്നതിനാണ് ലാമെന്റിങ് സിക്നെസ് അബൌട്ട് എന്നുള്ള റൂബ്രിക് വർക്കൗട്ട് ചെയ്യണം. അബോർഷൻ നടന്നിട്ട് ഒരുപാട് വർഷമായി, പക്ഷെ ഇപ്പോഴും അതിനെപ്പറ്റി എന്തെങ്കിലും സംസാരം ഉണ്ടായാൽ അവൾ ഇരുന്ന് അങ്ങോട്ട് കരയാൻ തുടങ്ങും. അവർക്ക് അതിന് ശേഷം കുട്ടികളൊക്കെ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ അബോർഷൻ നടന്ന എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ്. പക്ഷെ ഇപ്പോഴും അതിനെപ്പറ്റി എന്തെങ്കിലും പറയാൻ തുടങ്ങിയാൽ അവൾ അങ്ങോട്ട് കരയാൻ തുടങ്ങും. വീപ്പിനെസ്, വീപ്പിംഗ് സാഡ് തോട്ട്സ് അറ്റ് എന്നുള്ളതാണ്. വീപ്പിംഗ് സാഡ് തോട്ട്സ് അറ്റ്, എന്തെങ്കിലും വിഷമമുള്ള കാര്യങ്ങളെ പറ്റി പറയുമ്പോൾ അപ്പോൾ കരച്ചിൽ തുടങ്ങും. മറ്റുള്ളവരോട് വളരെ പരുഷമായിട്ട് പെരുമാറും. നിങ്ങൾ എന്തുകൊണ്ടാണ് എങ്ങനെ പെരുമാറുന്നതെന്ന് ഒരു സീനിയർ ആയിട്ടുള്ള ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അയാളോട് സൗമ്യമായിട്ട് പെരുമാറുകയും ചെയ്യും. അപ്പം മറ്റുള്ളവരോട് പരുഷമായിട്ട് പെരുമാറും, പക്ഷെ നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് ഒരാൾ മുഖത്ത് നോക്കി അങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ ആ പറയുന്ന ആളോട് സൗമ്യമായിട്ട് പെരുമാറുകയും ചെയ്യും. അതിനുള്ള റൂബ്രിക്കാണ് ഹിപ്പോക്രസി എന്ന് പറഞ്ഞ റൂബ്രിക് ഉണ്ട്. പ്രിറ്റൻഡിങ് പ്രിൻസിപ്പിൾസ്. രണ്ടാമത്തെ റൂബ്രിക്ക് ഹാർഡ് ഓൺ ഇൻഫീരിയേഴ്സ് ആൻഡ് സോഫ്റ്റ് ഓൺ സുപ്പീരിയേഴ്സ് എന്നുള്ളതാണ്. സുപ്പീരിയേഴ്സിനോട് വളരെ സോഫ്റ്റ് ആയിട്ട് പെരുമാറും, പക്ഷേ ഇൻഫീരിയേഴ്സിനോട് വളരെ റഫ് ആൻഡ് ടഫ് ആയിട്ട് പെരുമാറുകയും ചെയ്യും. എന്നത് റൂബ്രിക് ഹിപ്പോക്രസി എന്നുള്ളതാണ്. കുറ്റബോധം കാരണം അവൾ എപ്പോഴും കരയുന്നു, കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ ചെയ്യേണ്ടില്ലായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് റൂബ്രിക് ഉണ്ട്, പക്ഷെ ചെയ്യേണ്ടില്ലായിരുന്നു എന്ന് പറഞ്ഞ് കരയുമ്പോൾ അതിൽ റൂബ്രിക് പിന്നെയും മാറും. വീപ്പിംഗ് റിമോർസ് വിത്ത് എന്നുള്ളതാണ്. വീപ്പിംഗ് റിമോർസ്, REMORSE. റിമോർസ് ആണ് കുറ്റബോധം, പക്ഷെ അതിനോട് കൂടെ ഇങ്ങനെ കരയും കൂടി ചെയ്യുന്നുണ്ടെങ്കിൽ വീപ്പിംഗ് റിമോർസ് വിത്ത്. എപ്പോഴും നമ്മൾ സ്പെസിഫിക് ആയിട്ടുള്ള റൂബ്രിക് സെലക്ട് ചെയ്യുമ്പോൾ നമ്പർ ഓഫ് മെഡിസിൻസ് ലിമിറ്റഡ് ആയിരിക്കും, നമുക്കത് വെച്ച് പ്രിസ്ക്രൈബ് ചെയ്യാനും എളുപ്പമാണ്. എൻ്റെ ബോസ് എപ്പോഴും ശരിയാണ്, ഞാൻ തെറ്റാണ്. ബോസ് ഈസ് ആൾവേസ് റൈറ്റ്. ദാറ്റ് മീൻസ് ഇഗോട്ടിസം. ബോസ് ഈസ് ആൾവേസ് റൈറ്റ്. ചെറിയ കാര്യങ്ങൾക്ക് വരെ ഡോക്ടറെ ഇവന് ഇപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുക എന്നാ പറയാം. ചെറിയ കാര്യങ്ങൾ പറയാൻ മാത്രം ഒന്നുണ്ടല്ലോ, പക്ഷെ അതിന് വരെ ഇവൻ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് എന്നെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. വീപ്പിംഗ് ട്രൈഫിൾസ് എന്ന് വെച്ചാൽ കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക്. ചിൽഡ്രൻ അറ്റ് ലീസ്റ്റ് വറി. വീപ്പിംഗ് ട്രൈഫിൾസ്, ചിൽഡ്രൻ അറ്റ് ലീസ്റ്റ് വറി. ദാറ്റ്സ് എ റൂബ്രിക് ഇൻ ദാറ്റ് കണ്ടീഷൻ. ദേഷ്യം പിടിച്ചാൽ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് അയാൾക്ക് തന്നെ അറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ദേഷ്യം പിടിച്ച സാധനങ്ങളൊക്കെ തല്ലി പൊട്ടിക്കുന്നതിന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു റൂബ്രിക് പഠിച്ചു. അതേപോലെ തന്നെ ദേഷ്യം പിടിച്ചാൽ പറയുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത് അയാൾക്ക് തന്നെ അറിയില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിന് റൂബ്രിക് വരുന്ന അബ്യൂസീവ് എന്നുള്ളതാണ്. അപ്പോൾ അതിനൊരു സബ് റൂബ്രിക്കും കൂടെ ഉണ്ട്. കെയർ വാട്ട് ഷീ ഈസ് സെയിങ്, ഡസ് നോട്ട് കെയർ വാട്ട് ഷീ ഈസ് സെയിങ്. ദേഷ്യം പിടിച്ച എന്ത് തെറി വേണമെങ്കിലും അയാൾ വിളിച്ച് പറയും. പിന്നെ ട്രെയിനൊക്കെ വൈകുന്നത് ഗവൺമെന്റിന്റെ കുഴപ്പം കൊണ്ടാണ്. ഒരു ഉത്തരവാദിത്വമില്ല റെയിൽവേക്ക്, ഒരു ഉത്തരവാദിത്വമില്ല ഗവൺമെന്റിന്. പ്രത്യേകിച്ച് വ്യക്തമായ കാരണങ്ങളൊന്നും ഇല്ലെങ്കിലും മറ്റുള്ളവരെ പറ്റി എപ്പോഴും കുറ്റം പറഞ്ഞ് മുറുമുറുത്ത് കൊണ്ടിരിക്കുന്നതിന് എന്താ നമ്മൾ പറയാ? ഗവൺമെന്റിന്റെ കുഴപ്പം കൊണ്ട് ആയിക്കൊള്ളുന്നില്ലല്ലോ ഈ ട്രെയിൻ ലേറ്റ് ആവുന്നത്. വേറെ പല കാരണങ്ങളുണ്ടാവും, പക്ഷെ വ്യക്തമായിട്ട് കാരണമൊന്നും ഇല്ലെങ്കിൽ പോലും മറ്റുള്ളവരെ പറ്റി എപ്പോഴും കുറ്റം പറഞ്ഞിങ്ങനെ മുറുമുറുത്ത് കൊണ്ടിരിക്കുന്ന പ്രകൃതമുള്ള ആൾക്കാർ. അതിന് ഗ്രംബ്ലിംഗ് എന്നാണ് റൂബ്രിക് വരിക. ഓൾവേസ് കംപ്ലൈൻ വിത്തൗട്ട് എ വാലിഡ് റീസൺ എന്നുള്ളതാണ്. പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാണ്ട് തന്നെ പരാതി പറഞ്ഞുകൊണ്ടിരിക്കുന്ന, മുറുമുറുത്ത് കൊണ്ടിരിക്കുന്നതിനാണ് ഗ്രംബ്ലിംഗ് എന്ന് പറയുക. ഓൾവേസ് കംപ്ലൈൻ വിത്തൗട്ട് എ വാലിഡ് റീസൺ എന്നുള്ളതാണ്. ഡോക്ടറെ എൻ്റെ വില ആരും മനസ്സിലാക്കണില്ല എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കണം. ഡോക്ടറെ എൻ്റെ വില ആരും മനസ്സിലാക്കണില്ല. അത് പത്തക്കൻ്റെ റെപ്പർട്ടറിയിലാണ് ആ റൂബ്രിക് ഉള്ളത്. റൂബ്രിക് ആ കേസിൽ വരിക ഗ്രംബ്ലിംഗ് എന്നുള്ളതിനെയാണ്. ഗ്രംബ്ലിംഗ്. മണ്ണെണ്ണ, പെട്രോൾ ഇങ്ങനെയുള്ള സാധനങ്ങളിലൊക്കെ സ്മെല്ല് വലിയ ഇഷ്ടമാണ്. ഡീസലിൻ്റെ സ്മെല്ല്, പെട്രോളിൻ്റെ സ്മെല്ല്, മണ്ണെണ്ണയുടെ സ്മെല്ലൊക്കെ വളരെ ഇഷ്ടമായിട്ടുള്ള ആൾക്കാർ. സ്മെല്ലിൽ അക്യൂട്ട് എന്ന് പറഞ്ഞ റൂബ്രിക് ഉണ്ട്. ഡിലൈറ്റഡ് ബൈ സ്മെൽസ്. അക്യൂട്ട്, ഡിലൈറ്റഡ് ബൈ സ്മെൽസ്. എൻ്റെ ജൂനിയറായിട്ടുള്ള ഡോക്ടർ എന്നെക്കാളും നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എൻ്റെ കീഴ് ജീവനക്കാരൻ എന്നെക്കാളും നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. പക്ഷെ അത് ഞാൻ എടുത്തു പറഞ്ഞാൽ അവന് കൂടുതൽ അംഗീകാരം കിട്ടിപ്പോകും. അപ്പോൾ അതുകൊണ്ട് സ്റ്റാഫ് മീറ്റിങ്ങിൽ അവനെ പുകഴ്ത്തിയിട്ടൊന്നും ഞാൻ പറയൂല, ബോർഡ് മീറ്റിങ്ങിൽ ഞാൻ പുകഴ്ത്തിയിട്ടൊന്നും പറയൂല. എന്ന് വെച്ചാൽ മറ്റൊരാളെ പറ്റി അപ്രീഷിയേറ്റ് ചെയ്ത് പറയുന്നത് അതൊരിക്കലും എനിക്ക് ഇഷ്ടമല്ല എന്നുള്ളതാണ്. ഞാൻ അതിനുള്ള അവസരങ്ങൾ ഉണ്ടാക്കുകയില്ല. അപ്പോൾ അതിന് ജലസി എന്നാണ് പറയാ. ജലസിയിൽ അപ്രീഷിയേറ്റ് എനിത്തിങ്.
ഡിസയർ ദാറ്റ് അതേഴ്സ് ഷാൽ നോട്ട് അപ്രീഷിയേറ്റ് എനിത്തിങ്. ഡിസയർ ദാറ്റ് അതേഴ്സ് ഷാൽ നോട്ട് അപ്രീഷിയേറ്റ് എനിത്തിങ് എന്നുള്ളതാണ്. മറ്റുള്ളവരെ അപ്രീഷിയേറ്റ് ചെയ്യണത് എനിക്ക് തീരെ സഹിക്കാൻ പറ്റില്ല എന്നുള്ളത്. സൗമ്യ സ്വഭാവമുള്ള ഭർത്താവാണ്. പക്ഷേ ഭാര്യ ഏതെങ്കിലും ഒരു പുരുഷനുമായിട്ട് താരതമ്യപ്പെടുത്തിയാൽ, ഇപ്പോൾ അയൽവക്കത്തുള്ള ആൾ കണ്ടില്ലേ, നിങ്ങളെക്കാളും സാലറി ഉണ്ടല്ലോ, ഒരു സ്ഥിരമായിട്ട് ജോലിക്ക് പോകുന്നുണ്ടല്ലോ, അവരെന്ത് സൗമ്യമായിട്ടാണ് ഭർത്താവിനോട് ഭാര്യനോട് പെരുമാറണത്, എന്തെങ്കിലും രീതിയിലുള്ള ഒരു കമ്പാരിസൺ വന്നു കഴിഞ്ഞാൽ സൗമ്യ സ്വഭാവക്കാരനായ ഭർത്താവ് വളരെയധികം ദേഷ്യപ്പെടും. അപ്പൊ അതിന്റെ റൂബ്രിക്ക് ജലസിയുടെ താഴെയാണ് കൊടുത്തിരിക്കുന്നത്. ബ്രൂട്ടൽ ഫ്രം ജലസി, ജെന്റിൽ ഹസ്ബൻഡ് ബിക്കം. ജെന്റിൽ ഹസ്ബൻഡ് ബിക്കം ബ്രൂട്ടൽ ഫ്രം ജലസി എന്നുള്ളതാണ്. ഇപ്പൊ സൗമ്യനായ ഭർത്താവ് പക്ഷേങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പുരുഷനായിട്ട് കമ്പയർ ചെയ്യുമ്പോഴോ കമ്പയർ ചെയ്യുക അല്ലെങ്കിൽ അയാളെ പറ്റി നല്ലത് പറയുക ചെയ്ത് കഴിഞ്ഞാൽ വല്ലാണ്ട് ദേഷ്യം പിടിക്കും. അതാണ് ഈ റൂബ്രിക്കിന്റെ ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത്. എൻ്റെ മെഡിക്കൽ ഓഫീസറെ പോലെ വളരെ പ്രശസ്തനായ ഒരു ഡോക്ടർ ആവണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അതിനായി അദ്ദേഹത്തെ പോലെ ഞാൻ നന്നായിട്ട് പ്രയത്നിക്കുന്നുണ്ട്. എനിക്ക് ആ ഡോക്ടറോട് അസൂയാണ്. പക്ഷെ ഞാൻ ആ ഡോക്ടറെ പോലെ ആവണമെന്ന് കരുതി നന്നായിട്ട് പഠിക്കുന്നുണ്ട്, നന്നായിട്ട് മെഡിസിൻ കൊടുക്കുന്നുണ്ട്, നന്നായിട്ട് പ്രിസ്ക്രൈബ് ചെയ്യുന്നൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ റൂബ്രിക്ക് വരുന്നത് എൻവി ആണ്, ക്വാളിറ്റീസ് ഓഫ് അതേഴ്സ്. എൻവി, ക്വാളിറ്റീസ് ഓഫ് അതേഴ്സ് എന്നുള്ള. അപ്പോൾ എൻവി എന്ന് പറയുമ്പം ട്രൈങ് ടു അറ്റൈൻ ദി പ്രോസ്പെരിറ്റി ഓഫ് അതേഴ്സ് എന്നുള്ളതാണ്. ജലസി എന്ന് പറയുമ്പം ദി പ്രോസ്പെരിറ്റി ഓഫ് അതേഴ്സ് ഇസ് ഇൻടോളറബിൾ. മറ്റുള്ളവർക്ക് സൗകര്യങ്ങൾ സന്തോഷങ്ങൾ കിട്ടുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല എന്നുള്ളത്. പക്ഷെ എൻവിയിൽ ആ സന്തോഷം സൗകര്യവും ഞാൻ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കും, അത് അച്ചീവ് ചെയ്യാൻ ശ്രമിക്കും. അതാണ് എൻവി എന്ന് പറയുന്നത്. സോ എൻവി, ക്വാളിറ്റീസ് ഓഫ് അതേഴ്സ്. അച്ഛനും അമ്മയും ഉപേക്ഷിക്കപ്പെട്ട കുട്ടിയാണ് ഞാൻ. അച്ഛൻ്റെ സ്നേഹം കിട്ടിയിട്ടില്ല, അവന് അമ്മയുടെ സ്നേഹം കിട്ടിയിട്ടില്ല. കുട്ടികളൊക്കെ അതിൻ്റെ ശേഷം അവർ ഡൈവേഴ്സ് ആയ കേസിൽ നമ്മൾ ഈ റൂബ്രിക്ക് വർക്കൗട്ട് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ അച്ഛനും അമ്മയും വേറെ മാറി നിൽക്കുന്ന കണ്ടീഷനിൽ, അല്ലെങ്കിൽ അച്ഛൻ്റെ പരിപാലനം കിട്ടാത്ത കുട്ടിയാണ്, അമ്മയുടെ സ്നേഹം കിട്ടാത്ത കുട്ടിയാണെങ്കിൽ എന്ത് റൂബ്രിക്കാണ് നമ്മൾ വർക്കൗട്ട് ചെയ്യുക? എയിൽമെന്റ്സ് ഫ്രം നെഗ്ലക്റ്റഡ് എന്ന് പറഞ്ഞിട്ടാണ് റൂബ്രിക്ക്. അതിൽ 2 സബ് റൂബ്രിക്ക് ഉണ്ട്. ഫാദർ ബൈ എന്ന് പറഞ്ഞിട്ടും കൊടുത്തിട്ടുണ്ട്, മദർ ബൈ എന്ന് പറഞ്ഞിട്ടും കൊടുത്തിട്ടുണ്ട്. രണ്ടിലും മെഡിസിൻസ് ഒക്കെ ഒരുപാട് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അച്ഛൻ്റെ സ്നേഹം കിട്ടാത്ത കുട്ടിക്ക് ഒരു ഗ്രൂപ്പ് ഓഫ് റെമഡി, അതേപോലെ അമ്മയുടെ സ്നേഹം കിട്ടാത്ത കുട്ടികൾക്കും ഒരു ഗ്രൂപ്പ് ഓഫ് റെമഡി വേറെയും കൊടുത്തിട്ടുണ്ട്. എപ്പോഴും മലമൂത്ര കാര്യങ്ങളെ പറ്റി മാത്രമാണ് അയാൾക്ക് ചിന്ത. അവരുടെ ചില പേഷ്യൻസ് പറയാറുണ്ട്, ഡോക്ടറെ വയറ്റിന്ന് പോയിട്ടില്ല, വയറ്റിന്ന് പോയ എൻ്റെ എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്. അതൊരു ലേശം കുറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വലിയ കൺസേൺ ആണ്, ലേശം കൂടിക്കഴിഞ്ഞാൽ വലിയ കൺസേൺ ആണ്, ഒരു ദിവസം വയറ്റിന്ന് പോയിട്ടില്ലെങ്കിൽ വലിയ പ്രശ്നം. അപ്പോൾ അവരുടെ ചിന്തകൾ മൊത്തം റെസ്പിറേറ്ററി ഓർഗൻസിനെ റിലേറ്റ് ചെയ്ത് മാത്രമാണ് ഉണ്ടാവുക. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മലമൂത്ര കാര്യങ്ങളെ പറ്റിയിട്ടുള്ള ചിന്ത മാത്രമാണ് അവരുടെ മെയിൻ എയിം എന്ന് പറയുന്നത്. അതിൽ ആനൽ ഫിക്സേഷൻ എന്ന് പറഞ്ഞിട്ട് സിന്തസിസ് റെപ്പോർട്ടറിൽ ഒരു റൂബ്രിക്ക് കൊടുത്തിട്ടുണ്ട്. എവറിത്തിങ് ഫിക്സഡ് അറൗണ്ട് ഓർ ക്രൗഡഡ് അറൗണ്ട് ദിസ് ടൈപ്പ് ഓഫ് എക്സ്ക്രീറ്ററി ഓർഗാൻസ്. ആനൽ ഫിക്സേഷൻ എന്നുള്ളതാണ്. അയാൾ ഒരു അധാർമിക ജീവിതം നയിക്കുന്ന ആളാണെന്നാണ് പറയുന്നത്. നേരും നുറിയില്ലാത്ത മനുഷ്യനാണ് നമ്മൾ പറയില്ല. അതിന് ഒരു റൂബ്രിക്ക് വരുന്നത് ഡിപ്രൈവിറ്റി എന്നുള്ളതാണ്. അതേപോലെ മോറൽ ഫീലിംഗ്, വാണ്ട് ഓഫ് എന്ന് പറഞ്ഞിട്ട് വേറെ റൂബ്രിക്കും കൂടെ കൊടുത്തിട്ടുണ്ട്. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ആഹ്ലാദമാണ്, സന്തോഷമാണ്. ഇപ്പോൾ ലൈംഗിക മൂർച്ച അല്ലെങ്കിൽ എജാക്കുലേഷൻ്റെ സമയത്തുണ്ടാവുന്ന ആ ഒരു പ്ലഷർ എന്ന് പറയുന്നത്, അതിനെന്ത് റൂബ്രിക്കാണ് നമ്മൾ വർക്കൗട്ട് ചെയ്യുക? അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല, അത് ഫീൽ ചെയ്യാനേ പറ്റുള്ളൂ. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തരം ആഹ്ലാദങ്ങൾക്ക് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്ന റൂബ്രിക്കാണ് എക്സ്റ്റസി എന്നുള്ള റൂബ്രിക്കാണ്. എ സെൻസ് ഓഫ് ഹാപ്പിനെസ് ബിയോണ്ട് തോട്ട് ആൻഡ് സെൽഫ് കൺട്രോൾ എന്നുള്ളതാണ്. എ സെൻസ് ഓഫ് ഹാപ്പിനെസ് ബിയോണ്ട് തോട്ട് ആൻഡ് സെൽഫ് കൺട്രോൾ, ദാറ്റ് ഈസ് എക്സ്റ്റസി. ചെറിയ കുട്ടിയെ അമ്മ കൂടുതൽ ശ്രദ്ധിക്കുന്നത് കൊണ്ട് അവൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, മൂത്ത കുട്ടികൾക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ. ഇത് പലപ്പോഴും അമ്മമാർ നമ്മളെടുത്ത് പറയാറുണ്ട്, ഇവനിങ്ങനെ വാശി തുടങ്ങിയതും അല്ലെങ്കിൽ ഇവൻ്റെ സ്വഭാവത്തിൽ ഇങ്ങനെ വ്യത്യാസം കണ്ടു തുടങ്ങിയതും ഇവൻ പഠിക്കാൻ മോശമായതൊക്കെ രണ്ടാമത്തെ കുട്ടി ഉണ്ടായ അന്ന് മുതലാണ് എന്നുള്ളതാണ്. അപ്പം അതിൻ്റെ റൂബ്രിക്ക് ജലസിയിലാണ് വരിക. ജലസി, ചിൽഡ്രൻ, വെൻ ന്യൂ ബോൺ ഗെറ്റ് ഓൾ ദി അറ്റൻഷൻ. പുതിയ കുട്ടി എന്തായാലും കുറച്ച് കൂടുതൽ സമയം നമ്മൾ ചെലവഴിക്കേണ്ടി വരും, അല്ലാതെ അവന് തീരെ പിടിക്കൂല. അന്ന് മുതൽ അവന് സ്വഭാവത്തിൽ ഉണ്ടായിട്ടുള്ള വൈജാത്യങ്ങളാണ്. സോ വെൻ ന്യൂ ബോൺ ഗെറ്റ്സ് ഓൾ ദി അറ്റൻഷൻ, ചിൽഡ്രൻ ഡെവലപ്പ് ജലസി എന്നുള്ളതാണ്. ആരെങ്കിലുമൊക്കെ പുകഴ്ത്തി പറഞ്ഞാൽ അവർക്ക് എല്ലാ സാധനങ്ങളും കൊടുക്കും. ചില അഡ്മിനിസ്ട്രേറ്റീവ് പോസ്റ്റുള്ളവർക്ക് അങ്ങനെ ഉണ്ട്. കാരണം ഇതിൻ്റെ പിന്നിൽ എപ്പോഴും ഒരു ഉപജാപക സംഘങ്ങൾ അഡ്മിനിസ്ട്രേഷൻ്റെ പിന്നിലുണ്ടാവും. അപ്പോൾ അവരിവരെ ഇങ്ങനെ പുകഴ്ത്തി പറഞ്ഞിട്ട് കാര്യങ്ങൾ നേടിയെടുക്കുന്ന പ്രകൃതമുള്ള ആൾക്കാർ. അങ്ങനെ പുകഴ്ത്തി പറയുന്ന ആൾക്കാരെ വലയിൽ ചിലർ വീണു പോകും, എന്നിട്ട് അവർക്ക് എല്ലാം കൊടുക്കുകയും ചെയ്യും. അപ്പം അതാണ് ഫ്ലാറ്റർ എന്നാണ് റൂബ്രിക്ക്. ഗിവ് എവറിത്തിങ് വെൻ ഫ്ലാറ്റേഡ്. ഫ്ലാറ്റർ
എന്നാണ് ആ കണ്ടീഷന് പറയാം. ഗിവ്സ് അതിന് സബ് റൂബ്രിക് ആണ് ഗിവ്സ് എവരിത്തിങ് വെൻ ഫ്ലാറ്റേഡ്. പുകഴ്ത്തി പറഞ്ഞാൽ എല്ലാം എടുത്തു കൊടുക്കുന്ന പ്രകൃതമുള്ള ആൾക്കാർ, അല്ലെങ്കിൽ അതിൽ വീണ് പോകുന്ന ആൾക്കാർ. ഒരു കാര്യം കണ്ടുപിടിക്കാൻ വേണ്ടി അടുക്കളയിൽ എല്ലാം കൂടെ വാരി വലിച്ച് കുഴച്ച് മറിച്ച് പരിശോധിക്കുന്ന പ്രകൃതം. അതൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് നമുക്ക് പരിശോധിക്കാം. അതിൽ പകരം എല്ലാം കൂടെ വാരി വലിച്ച് കുറെ സാധനങ്ങളൊക്കെ പൊട്ടിച്ച് അങ്ങനെ പരിശോധിക്കുന്നതിനാണ് നമ്മൾ ഫോറേജ് എന്നുള്ള റൂബ്രിക് വർക്കൗട്ട് ചെയ്യുക. FORAG, ഫോറേജ്. പിന്നെ ആരോടും ഒന്നും അവൾ എതിർത്ത് പറയില്ല, എല്ലാം അനുസരിക്കും എന്നുള്ളതാണ്. ആരെന്ത് പറഞ്ഞാലും നോ എന്ന് പറയില്ല, എല്ലാം അനുസരിക്കുന്ന ഒരു പ്രകൃതിയുള്ള ആൾക്കാർ. കെന്റിന്റെ റെപ്പർട്ടറിയിലൊക്കെ ഉള്ള റൂബ്രിക്കാണ്. എന്ത് റൂബ്രിക്കാണ് അതിൽ നമ്മൾ വർക്കൗട്ട് ചെയ്യാം? yielding എന്നുള്ളതാണ്. yielding ഡിസ്പൊസിഷൻ. ആരോടും ഒന്ന് എതിർത്ത് പറയാതെ എല്ലാം അനുസരിക്കുന്ന പ്രകൃതമുള്ള ആൾക്കാർ. പിന്നെ കരുതി കൂട്ടി പ്രണയബന്ധം മുറിച്ച് കളയണം എന്ന് വെച്ചാൽ വിശ്വസിക്കാൻ കൊള്ളാത്ത ആൾക്കാരാണ്. പർപ്പസ്ഫുള്ളി മറ്റേ പാർട്ട്ണറിന്റെ അടുത്തൊന്നും പ്രശ്നം ഉണ്ടായിട്ടൊന്നുമല്ല, പക്ഷെ കരുതി കൂട്ടിയിട്ട് ആ പർപ്പസ്ഫുള്ളി ഇങ്ങനെയുള്ള റിലേഷൻസ് ഒക്കെ മുറിച്ച് കളയുന്ന പ്രകൃതമുള്ള ആൾക്കാർ. അതിന് പെർഫിഡിയസ് എന്നാണ് പറയാം. അവരെ വിശ്വസിക്കാൻ കൊള്ളൂല എന്നാണ് പറയാം, പെർഫിഡിയസ്. പിന്നെ അയാൾക്ക് ആ പ്രോഗ്രാം എങ്ങനെ നന്നായി നടത്തണമെന്ന് വ്യക്തമായിട്ട്. ഇപ്പൊ നമ്മുടെ ഇടയിലൊക്കെ ചില ആൾക്കാരുണ്ട്, അവർക്ക് പ്രോഗ്രാമുകളൊക്കെ കണ്ടക്ട് ചെയ്യാൻ വളരെ നല്ല എബിലിറ്റി ഉണ്ട്. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് അവർ ചെയ്യും. എങ്ങനെ ഒരു ഫംഗ്ഷൻ ഓർഗനൈസ് ചെയ്യണം, എങ്ങനെ ഒരു CME ഓർഗനൈസ് ചെയ്യണം, അല്ലെങ്കിൽ വീട്ടിലൊരു കാര്യം ഉണ്ടെങ്കിൽ എങ്ങനെ ഓർഗനൈസ് ചെയ്യണം എന്നുള്ളതൊക്കെ അവർക്കറിയാം. അതുകൊണ്ട് പലരും അവരെയാണ് ഏൽപ്പിക്കാറുള്ളത്. ആ ടൈപ്പ് പേഴ്സണാലിറ്റിക്ക് പ്രോഗ്രാമിംഗ് എവരിത്തിങ് എന്ന് പറഞ്ഞിട്ട് റൂബ്രിക് കൊടുത്തിട്ടുണ്ട്. പ്രോഗ്രാമിംഗ് എവരിത്തിങ്, ദേ വിൽ പ്രോഗ്രാം എവരിത്തിങ് പെർഫെക്റ്റ്ലി. കൊള്ള പലിശക്ക് പണം കൊടുക്കുന്ന പ്രകൃതമാണ്. എന്ത് കൊടുത്താലും അതിൽ ഒരുപാട് ലാഭം കിട്ടണം. ഇപ്പൊ ഞാനൊരു പേഷ്യന്റിന് പനിക്ക് മരുന്ന് കൊടുക്കുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് പൈസ കിട്ടണം അതിന്. ചെറിയ അസുഖങ്ങൾക്ക് വരെ വലിയ ഫീസ് വാങ്ങുന്ന ഡോക്ടർമാർ. അപ്പം ചെറിയൊരു കാര്യം ചെയ്യുന്ന അതിൽ നിന്ന് കൊള്ള ലാഭം എടുക്കുന്ന പ്രകൃതമുള്ള ആൾക്കാർ. അതിനുള്ള റൂബ്രിക്കാണ് അസ്റുർ എന്നാണ് പറയുന്നത്. USURER. അതാണ് അതിൽ സിന്തസിസ് റെപ്പർട്ടറിയിൽ റൂബ്രിക്ക് കൊടുത്തിരിക്കുന്നത്. ഡോക്ടർ, എൻ്റെ മോന് എപ്പോഴും എന്തെങ്കിലും അപകടം പറ്റും, എന്നിട്ട് കാലൊടിയും ചെയ്യും. എൻ്റെ മോന് എപ്പോഴും എന്തെങ്കിലും അപകടം പറ്റുന്ന ഒരു പ്രകൃതമാണ്, എന്നിട്ട് കൈയും കാലും ഒടിഞ്ഞ് കിടക്കലാണ് അവൻ്റെ സ്വഭാവം എന്നുള്ളത്. അങ്ങനെ ചില കുട്ടികളുണ്ട്. അപ്പം അതിനുള്ള റൂബ്രിക്കാണ്, 2 റൂബ്രിക്കാണ് കൊടുത്തിരിക്കുന്നത്. ഒന്ന് ആക്സിഡന്റ് പ്രോൺ എന്ന് പറഞ്ഞ റൂബ്രിക് ഉണ്ട്. എപ്പോഴും അപകടങ്ങൾ സംഭവിക്കുന്ന ആൾക്കാർ, അവർ വണ്ടി ഓടിച്ചാൽ അപകടം ഉറപ്പാണ്. അതേപോലെ ഓക്വാർഡ്നെസ്, ആക്സിഡന്റ് പ്രോൺ. ഓക്വാർഡ്നെസിന്റെ ഒരു സബ് റൂബ്രിക് കൊടുത്തിട്ടുണ്ട്, ആക്സിഡന്റ്സ് പ്രോൺ എന്ന് പറഞ്ഞിട്ട്. ഇനി അടിച്ചേൽപ്പിക്കുന്ന നിയന്ത്രണങ്ങൾക്ക് നമ്മൾ എന്താ പറയാ? ഫെനറ്റിസിസം എന്നാ പറയാ. ഹിറ്റ്ലർ അങ്ങനെയായിരുന്നല്ലോ, അയാൾ അടിച്ചേൽപ്പിക്കുകയാണ് നിയന്ത്രണങ്ങൾ. ഫെനറ്റിക്, ദാറ്റ് മീൻസ് ഇൻടോളറന്റ് ഓഫ് വ്യൂസ് ആൻഡ് കൺസെപ്റ്റ് വിച്ച് ഡിഫർ ഫ്രം ഹിസ് ഓൺ. അത് നടത്തിയിരിക്കും അവർ. അപ്പൊ മറ്റുള്ളവർക്ക് അതിൽ ബുദ്ധിമുട്ടുണ്ടാവോ വേദന ഉണ്ടാവോ എന്നുള്ളതൊന്നും പ്രശ്നമില്ല. അപ്പൊ അതാണ് അടിച്ചേൽപ്പിക്കുന്ന നിയന്ത്രണങ്ങൾ എന്ന് പറഞ്ഞാൽ. സ്വയം ഉണ്ടാക്കുന്ന നിയന്ത്രണങ്ങൾ. അങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ചെയ്യാം. നമ്മൾ മഹാത്മാഗാന്ധിയെ പറ്റി പറയാറില്ലേ? കോൺസെൻഷ്യസ് എന്നാണ് പറയുന്നത്. കോൺസെൻഷ്യസ്, അതാണ് അതിന്റെ റൂബ്രിക്. സ്വയം നിയന്ത്രിച്ച് സ്വയം പക്വതയോടുകൂടെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് കൊണ്ടുപോകുന്നതിന്. അപ്പൊ ഒന്നാമത്തത് അടിച്ചേൽപ്പിക്കുന്ന നിയന്ത്രണങ്ങൾ, രണ്ടാമത്തത് സ്വയം നിയന്ത്രിക്കുന്നത്. ഇനി മൂന്നാമതൊരു കൂട്ടുകാരുണ്ട്, മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കുന്നത്, പക്ഷേ സ്വന്തം ജീവിതത്തിൽ അത് പകർത്തൂല. മറ്റുള്ളവരിൽ നിയന്ത്രണങ്ങൾ അടിച്ചേൽപ്പിക്കും, നിങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ട് ജീവിക്കണം, അങ്ങനെ ഡിസിപ്ലിനൊക്കെ വേണമെന്ന് പറയും. പക്ഷേ സ്വന്തം ജീവിതത്തിൽ അങ്ങനെ ഡിസിപ്ലിനോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതിന് 2 റൂബ്രിക്കാണ് വരുന്നത്. ഇമ്പോസിംഗ് എന്ന് പറഞ്ഞിട്ട് റൂബ്രിക് കൊടുത്തിട്ടുണ്ട്. ഡിസിപ്ലിൻ ഓൺ അതേഴ്സ്, നോട്ട് ഫോളോയിങ് ഇൻ ഹിസ് പേഴ്സണൽ ലൈഫ്. അതിന്റെ രണ്ടാമത്തെ റൂബ്രിക്കാണ് ഹിപ്പോക്രസി എന്ന് പറയും. പ്രിറ്റൻഡിങ് പ്രിൻസിപ്പിൾസ്, നിങ്ങൾ നല്ല ആൾക്കാരാവണം, മദ്യപിക്കരുത്, പുകവലിക്കരുത്, മദിരാക്ഷിയൊന്നും പാടില്ല എന്നൊക്കെ പറയും. പക്ഷെ അവരുടെ പേഴ്സണൽ ലൈഫിൽ അതൊക്കെ ഉണ്ടാവുകയും ചെയ്യും. മറ്റുള്ളവരോട് ഉപദേശിക്കാൻ, പ്രത്യേകിച്ച് ചില പൊളിറ്റിക്കൽ ലീഡേഴ്സ് അല്ലെങ്കിൽ ചില റിലീജിയസ് ലീഡേഴ്സിനൊക്കെ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യാറുള്ള റൂബ്രിക്കാണ് ഹിപ്പോക്രസി എന്ന് പറയുന്നത്. പ്രിറ്റൻഡിങ് പ്രിൻസിപ്പിൾസ്. നിങ്ങൾ സിംഗിൾ റെമഡി, സിംഗിൾ ഡോസ് കൊടുക്കണം, അല്ലെങ്കിൽ ഒരു ഡ്രോപ്പ് ഒരു ഗ്ലാസ് വെള്ളത്തിൽ കലക്കിയിട്ട് ടീസ്പൂണെ കൊടുക്കാൻ പാടുള്ളൂ എന്നൊക്കെ പറയും. പക്ഷെങ്കിൽ അവർ സ്വന്തം പ്രാക്ടീസിൽ വരുമ്പോൾ, സ്വന്തം ക്ലിനിക്കിൽ വരുന്ന സമയത്ത് പോളിഫാർമസി ആയിരിക്കും അവർ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാവും. അതിനാണ് ഹിപ്പോക്രസി എന്ന് പറയുന്നത്, പ്രിറ്റൻഡിങ് പ്രിൻസിപ്പിൾസ്. അപ്പോൾ അതിന് വേറെ റൂബ്രിക് ഉള്ളത് ഇമ്പോസിംഗ് ഡിസിപ്ലിൻ ഓൺ അതേഴ്സ്, നോട്ട് ഫോളോയിങ് ഇൻ ഹിസ് പേഴ്സണൽ ലൈഫ്. നിങ്ങൾ 8 മണി ആണ് ഓഫീസ് സമയം, 8 മണിക്ക് തന്നെ നിങ്ങൾ കോളേജിൽ വരണമെന്ന് കുട്ടികളോട് പറയും. പക്ഷേ 8 മണിക്ക് ആ ടീച്ചർ അല്ലെങ്കിൽ ആ മെഡിക്കൽ ഓഫീസർ കോളേജിൽ സ്ഥാപനത്തിൽ എത്താറില്ല എന്നുള്ളതാണ്. മറ്റുള്ളവരുടെ കാര്യത്തിൽ ഭയങ്കര ഡിസിപ്ലിനാണ്, പക്ഷെ സ്വന്തം ലൈഫിൽ അത് ഫോളോ ചെയ്യില്ല എന്നുള്ളതാണ്. ഭാര്യ മറ്റു പുരുഷന്മാരായി സംസാരിക്കുന്നത് കണ്ടാൽ അയാൾ അത് ചോദ്യം ചെയ്യും. എന്താ അതിന് കാരണം?
ഭാര്യ മറ്റു പുരുഷന്മാരുമായി സംസാരിക്കുന്നത് കണ്ടാൽ അയാൾ ചോദ്യം ചെയ്യണം. അപ്പോൾ സസ്പീഷ്യസ് എന്നുള്ള റൂബ്രിക്കാണ് അതിൽ കെൻറ്റിൻ്റെ റെപ്പർട്ടറിയിൽ കൊടുത്തിരിക്കുന്ന സിമ്പിളായിട്ടുള്ള റൂബ്രിക്. എല്ലാവരും എന്നെ പറ്റിയാണോ സംസാരിക്കുന്നത് എന്നൊരു സംശയമാണ് എനിക്ക്. മറ്റുള്ളവർ എന്നെ പറ്റിയാണോ സംസാരിക്കുന്നത് എന്നുള്ളൊരു തോന്നൽ. അപ്പോൾ അതിൽ സസ്പീഷ്യസിൻ്റെ ഒരു സബ് റൂബ്രിക് ഉണ്ട്. ടാക്കിംഗ് അബൌട്ട് ഹെർ പീപ്പിൾ ആർ എന്ന് പറയും. സെയിം റൂബ്രിക് ഡെലൂഷനിലും കിട്ടും കേട്ടോ. സസ്പീഷ്യസ്, ടാക്കിംഗ് അബൌട്ട് ഹെർ പീപ്പിൾ ആർ. പിന്നെ അമ്മ ആരോടെങ്കിലൊക്കെ ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം അവൻ അവിടെ പോയിട്ട് മൂത്രമൊഴിച്ച് കളയും. അത് അവൻ്റെ സ്ഥിരം പരിപാടിയാണ്. അമ്മ അടുത്ത വീട്ടിലെ സ്ത്രീയായിട്ട് സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ വീട്ടിലൊരു ഗസ്റ്റ് വന്നിട്ടുണ്ട് അവരോട് സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ അച്ഛനായിട്ട് സംസാരിക്കുമ്പോൾ പോലാണെങ്കിൽ പോലും ഇവൻ അവിടെ പോയിട്ട് മൂത്രമൊഴിച്ച് കളയും. അപ്പോൾ അത് രണ്ട് കണ്ടീഷനാണ്. ഒന്ന് ജലസി എന്ന് പറയും, രണ്ടാമത് മെഡിൽസം എന്ന് പറയും. ഇന്റർഫിയറിംഗ് ഇൻ അതേഴ്സ് മാറ്റേഴ്സ് വിച്ച് മൈ നോട്ട് കൺസേൺ ഹിം. ഈ രണ്ട് റൂബ്രിക്കാണ് അതിൽ വരിക. അപ്പോൾ ഒന്ന് ജലസി കൊണ്ടാവാം, രണ്ടാമത് മെഡിൽസം എന്ന് പറഞ്ഞിട്ടൊരു റൂബ്രിക്കും അതിൽ കൊടുത്തിട്ടുണ്ട്. ഒരുപാട് വർഷങ്ങളായിട്ട് അലോപ്പതി മരുന്ന് കഴിച്ചിട്ട് കുറയാത്തൊരു അസുഖമാണ്. അതിന് നമ്മൾ മരുന്ന് നൽകി, അസുഖത്തിന് കുറവുണ്ട്. അപ്പോൾ അടുത്ത തവണ വന്നിട്ട് പറയാണ്, ഡോക്ടറെ ഞാൻ പുകവലി കുറച്ചു, അതുകൊണ്ട് ഇപ്പോൾ അസുഖം കുറവുണ്ട് എന്നുള്ളതാണ്. അതായത് അവരുടെ അസുഖത്തിന് അവർ തന്നെ ഒരു കാരണം കണ്ടെത്താണ്. അസുഖം കുറഞ്ഞതിനായാലും അസുഖം കൂടിയതിനായാലും. ഇനിയിപ്പോൾ ചില പേഷ്യൻസ് അങ്ങനെ പറയും, ഡോക്ടർ എൻ്റെ ഈ അസുഖം എന്തായാലും മാറാൻ പോകുന്നില്ല, കാരണം അതിൻ്റെ തന്നെ കാരണം കൊണ്ടുണ്ട്. അപ്പോൾ അതൊന്ന് സയന്റിഫിക് ആയിക്കോണമെന്നില്ല, പക്ഷെ അവർ തന്നെ കാരണങ്ങൾ കണ്ടെത്താണ്, അസംഷൻസ് ആണ്. അപ്പം അതിന് നമുക്ക് വർക്കൗട്ട് ചെയ്യുന്ന റൂബ്രിക്കാണ് തിയറൈസിങ് എന്ന് പറയും. പേഷ്യൻ്റ് ആൾവേസ് മേക്കിംഗ് അസംഷൻസ് ഓൺ ദി കോസ് ഓഫ് ദെയർ ഇൽനെസ് ആൻഡ് പ്രോഗ്നോസിസ്. ഈ അസുഖം മാറൂല, അത് അവരെന്നെ അങ്ങോട്ട് തീരുമാനിക്കാം. അല്ലെങ്കിൽ ഈ അസുഖം ഇന്ന കാരണം കൊണ്ടാണ് കുറഞ്ഞത്, അല്ലെങ്കിൽ ഈ അസുഖം ഇന്ന കാരണം കൊണ്ടാണ് കൂടുന്നത് എന്ന് പറയുന്ന പിന്നെ തിയറൈസിങ്ങിലാണ് ആ സബ് റൂബ്രിക്ക് വരുന്നത്. ഡോക്ടറെ എൻ്റെ അസുഖം മാറ്റി തന്നാൽ ഇതുപോലത്തെ 10 രോഗികളെ ഞാൻ കൊണ്ടുതരാം. ചിലപ്പോൾ നമ്മളോട് പേഷ്യൻസ് പറയാറുള്ളതാണ്. അതൊരു പ്രലോഭനമാണ്, ഡോക്ടറെ പ്രലോഭിപ്പിക്കുകയാണ്. 10 രോഗികളെ ഡോക്ടർക്ക് ഞാൻ വേറെ കൊണ്ടുതരാം, എൻ്റെ അസുഖം മാറ്റിത്തരണം. നമ്മളോട് പേഷ്യൻസ് പലപ്പോഴും പറയാറുള്ളതാണ്. അപ്പോൾ അതിൻ്റെ റൂബ്രിക്ക് വരുന്നത് ഇൻസൈറ്റിംഗ് എന്നുള്ളതാണ്, പ്രലോഭിപ്പിക്കുകയാണ് അതിൽ. അതേപോലെയുള്ള ഒരു കണ്ടീഷൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. പക്ഷേ ആ റൂബ്രിക്ക് തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കണം. ഡോക്ടർ എനിക്ക് ഫീസ് കുറച്ച് തന്നാൽ ഇതേ അസുഖമുള്ള കുറേ ആൾക്കാർ എൻ്റെ നാട്ടിലുണ്ട്, അവരെ ഞാൻ എത്തിച്ചു തരാം എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ അതിലൊരു വിലപേശലാണ്, പൈസ കുറച്ച് തരണം. ഇപ്പം നമ്മൾ റോഡ് സൈഡിൽ നിന്ന് സാധനം വാങ്ങുമ്പോൾ നമ്മൾ വില പേശില്ലേ, അതേപോലെയാണത്. ഡോക്ടർ എനിക്ക് ഫീസ് ഒന്ന് കുറച്ച് തന്നാൽ ഇതേപോലെയുള്ള കുറച്ച് ആൾക്കാരെ ഞാൻ കൊണ്ടുവരാമെന്നാണ് പറയുന്നത്. അത് ബാർഗൈനിങ് ആണ്. അപ്പോൾ ഈ രണ്ട് റൂബ്രിക്കും തമ്മിലുള്ള ഡിഫറൻസിൽ ഇൻസൈറ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മളെ പ്രലോഭിപ്പിക്കുകയാണ്, ഇനി കൂടുതൽ പേഷ്യൻസിനെ കൊണ്ടുതരാമെന്ന് പറഞ്ഞിട്ട്. അതിൽ ഫീസ് കുറച്ച് തരണമെന്നൊന്നും പേഷ്യൻ്റ് പറഞ്ഞിട്ടില്ല. രണ്ടാമത്തെ കേസിൽ എനിക്ക് എന്തെങ്കിലും ഒന്ന് കുറച്ച് തരണം, ബാർഗൈനിങ് ആണ്. ഫീസ് ഒന്ന് കുറച്ച് തന്നാൽ ഇതേപോലെയുള്ള കുറേ പേഷ്യൻസിനെ ഞാൻ എത്തിച്ചു തരാമെന്നാണ് പറയുന്നത്. ഇതൊക്കെ പേഷ്യൻസ് പറയുമ്പം ഇന്ന റൂബ്രിക്കാണ്, ഇത് അയാളുടെ മാനസികാവസ്ഥയാണെന്നുള്ളത് നമുക്കിപ്പോൾ മനസ്സിൽ വരണം. ഡോക്ടറെ ഞാൻ ആദ്യമായിട്ടാണ് ഹോമിയോ മരുന്ന് കഴിക്കുന്നത്, എന്തെങ്കിലും കുഴപ്പമുണ്ടാവുമോ എന്ന് പലതവണ ചോദിച്ചുകൊണ്ടിരിക്കും. ഡോക്ടർ ഞാൻ ഇത്രയും കാലം ഹോമിയോ ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ, ഇതുവരെ ഇംഗ്ലീഷാണ് കഴിച്ചത്, പിന്നെ മുമ്പ് ആയുർവേദം കഴിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടാവുമോ ഹോമിയോ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ? എവിടെ, നാട്ടിലുള്ള എല്ലാ ആൻറ്റിബയോട്ടിക്സും സ്റ്റീറോയിഡ്സും മുഴുവൻ വാരി വലിച്ച് തിന്ന് വന്നിട്ടുള്ളവരാണ് നമ്മളോട് ചോദിക്കുന്നത്, ഡോക്ടർ ഹോമിയോ മരുന്നാണ്, സൈഡ് എഫക്റ്റ് ഉണ്ടാവും, എന്തെങ്കിലും കഴിച്ചാൽ കുഴപ്പമുണ്ടാവും എന്നുള്ളത്. അപ്പോൾ മൊത്തത്തിൽ അത് അവരുടെ ഒരു പേഴ്സണാലിറ്റിയുടെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ അതിലാണ് നമുക്ക് റൂബ്രിക് എടുക്കേണ്ടത് ഫിയർ അണ്ടർടേക്സ് എനിത്തിങ് ന്യൂ എന്നുള്ളതാണ്. പുതുതായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ ഇങ്ങനത്തെ ആൾക്കാർക്ക് പേടിയായിരിക്കും. ഫിയർ അണ്ടർടേക്സ് എനിത്തിങ് ന്യൂ, ദാറ്റ്സ് റൂബ്രിക് ഇൻ ദാറ്റ് കേസ്. അപ്പോൾ നമ്മൾ ഭക്ഷണത്തിൻ്റെ ചില ക്രമീകരണങ്ങളൊക്കെ പറയും. നിങ്ങൾ നോൺ വെജ് ഒന്നും കഴിക്കരുത് എന്നൊക്കെ പറയുമ്പോൾ അയാൾ പിന്നെയും ചോദിക്കും, വല്ലപ്പോഴൊക്കെ ഒന്ന് കഴിച്ചോട്ടെ ഡോക്ടറേന്നു, വീട്ടിലൊരു ഫംഗ്ഷനൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു ചിക്കൻ ബിരിയാണി ഒക്കെ കഴിച്ചോട്ടെ. അത് കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെയും ചോദിക്കും, അല്ല ഡോക്ടർ വല്ലപ്പോഴൊക്കെ ഒന്ന് ആവാലോ ഒരു സ്മോള്, അങ്ങനെ ചോദിക്കുന്ന പേഷ്യൻ്റ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞ റൂബ്രിക്കാണ്. ബാർഗൈനിങ് എന്നുള്ളതാണ് അതിലും റൂബ്രിക്ക് വരുന്നത്, ബാർഗൈനിങ്. അപ്പോൾ അയാൾ നമ്മളോട് ബാർഗൈൻ ചെയ്യാണ് ഇക്കാര്യത്തിൽ. ബാർഗൈനിങ്. ഡോക്ടറെ താങ്കൾ ഇതേപോലത്തെ ഒരുപാട് അസുഖം പലർക്കും മാറ്റി കൊടുത്തിട്ടുണ്ട്, എൻ്റെ അസുഖം മാത്രം എന്താണ് മാറാത്തത് എന്നുള്ളത്. അപ്പോൾ ഇതേപോലെ മുമ്പ് പലരുടെ അസുഖങ്ങളും ഡോക്ടറെ അടുത്ത് വന്നിട്ട് മാറിപ്പോയിട്ടുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ടാണ് ഞാൻ ഡോക്ടറെ അടുത്ത് വന്നത്, പക്ഷെ എൻ്റെ അസുഖം മാത്രം എന്താണ് മാറാത്തതെന്ന് പറഞ്ഞാൽ അയാൾ എപ്പോഴും ഇങ്ങനെ വിലപിച്ചു കൊണ്ടിരിക്കും. അപ്പോൾ അതിന് വരുന്ന ഒരു റിലേറ്റഡ് ആയിട്ടുള്ള റൂബ്രിക്കാണ് ലാമെൻറ്റിങ്, ബിമോണിങ്. എപ്പോഴും ഇങ്ങനെ മോങ്ങിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ പരാതി പറഞ്ഞുകൊണ്ടിരിക്കുക, എന്താ കുറയാത്തതെന്ന് പറയുന്നതിനാണ് ലാമെൻറ്റിങ് എന്ന് നമുക്ക് റൂബ്രിക്ക് വരാറുള്ളത്. ഡോക്ടറെ പറ്റി ഞാൻ ധാരാളം കേട്ടിട്ടുണ്ട്, പക്ഷെ അതിന് മാത്രമൊക്കെ സംഭവം ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ ഞാൻ എൻ്റെ രോഗം ഡോക്ടർ മാറ്റി തന്നാൽ ഞാനതിൽ വിശ്വസിക്കാമെന്നുള്ളത്.
ഡോക്ടറെ പറ്റി ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്, പക്ഷേ അതിനകത്തൊക്കെ സംഭവം ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എന്നാലും പക്ഷേ ഡോക്ടർ എൻ്റെ അസുഖം മാറ്റി തരികയാണെങ്കിൽ ഞാനതിൽ വിശ്വസിക്കാമെന്നുള്ളത്. അതിൽ നമ്മളൊരു പ്രലോഭനമാണത്. ഇൻസൈറ്റിംഗ് എന്നാണ് ആ കണ്ടീഷനിൽ നമുക്ക് റൂബ്രിക്ക് വരുന്നത്. വേദന ഉണ്ടെന്ന് പറഞ്ഞ് പരിശോധിക്കാൻ സമ്മതിക്കില്ല. പക്ഷെ പരിശോധിച്ചപ്പോൾ വേദന ഇട്ടില്ലതാണ്. വേദന ഉണ്ട് എന്നാണ് പറയുന്നത്, പേഷ്യന്റ് തൊടാൻ സമ്മതിക്കുന്നില്ല. പക്ഷെ പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ വേദനയൊന്നുമില്ല. അപ്പൊ അതൊരു പേടി കൊണ്ടാണ്, വേദന ഉണ്ടാവുമെന്നുള്ള ഒരു പേടിയാണ്. അവിടെയാണ് നമ്മൾ റൂബ്രിക്ക് ഫിയർ ടച്ച്ഡ് ഓഫ് ബീയിങ് എന്നുള്ളത് വർക്ക്ഔട്ട് ചെയ്യുന്നത്. ഫിയർ ടച്ച്ഡ് ഓഫ് ബീയിങ്. ഇനിയിപ്പോൾ വേറൊരു റൂബ്രിക്ക് ഇതേപോലെ റിലേറ്റഡ് ആയിട്ട് കെന്റിന്റെ റെപ്പർട്ടറിയിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പെയിൻലെസ്നെസ് ഓഫ് കംപ്ലൈൻറ്റ്സ് യൂഷ്വലി പെയിൻഫുൾ. വേദന ഉണ്ട് എന്ന് ഉണ്ടാവുന്ന പല അസുഖങ്ങൾക്കും ഈ പേഷ്യന്റിന് വേദന ഉണ്ടാവില്ല എന്നുള്ളതാണ്. അത് വേറൊരു കണ്ടീഷനാണ് ഇതിനോട് റിലേറ്റഡ് ആയിട്ട് വരുന്നത്. ഞാൻ എന്തെങ്കിലുമൊക്കെ മനസ്സിൽ വിചാരിച്ചാൽ അതേപോലെ നടക്കുന്നുണ്ട്. അച്ഛൻ മരിക്കുന്നതായിട്ട് മനസ്സിൽ കണ്ടു, 2 ദിവസം കഴിഞ്ഞപ്പോൾ അച്ഛൻ മരിച്ചു എന്നുള്ളതാണ്. അപ്പൊ അവർക്ക് നേരത്തെ ഇതൊക്കെ മനസ്സിൽ തോന്നും, അല്ലെങ്കിൽ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഇതിന് കെന്റിന്റെ റിപ്പോർട്ടിൽ കൊടുത്തിരിക്കുന്ന റൂബ്രിക് എന്താണ്? പ്രൊഫറ്റിക് എന്നുള്ളതാണ് ഈ കണ്ടീഷനിൽ നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുന്ന റൂബ്രിക്. അവർക്ക് നേരത്തെ അത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അവരത് മനസ്സിൽ കാണും. അവർ മനസ്സിൽ കണ്ട കാര്യങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ നടക്കുകയും ചെയ്യും. ഡോക്ടറെ, മനസ്സിന് എന്തെങ്കിലും വിഷമമുണ്ടായാൽ പറമ്പിലോ അല്ലെ അടുക്കളയിലൊക്കെ എന്തെങ്കിലും ജോലി ചെയ്താൽ മനസ്സിനൊരു ആശ്വാസമാണ്. എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടാകുമ്പോൾ ഞാൻ പറമ്പിലേക്ക് ഇങ്ങോട്ട് ഇറങ്ങും, എന്നിട്ട് എന്തെങ്കിലും ചെറിയ കൃഷിപ്പണികൾ എന്തെങ്കിലും ചെയ്യും, അല്ലെങ്കിൽ ചെടികളൊക്കെ ഒന്ന് നോക്കും, അല്ലെങ്കിൽ അടുക്കളയിൽ എന്തെങ്കിലുമാണ് ജോലിക്ക് ഇറങ്ങുക. അപ്പം എൻ്റെ അസുഖമൊക്കെ മാറും എന്നുള്ളതാണ്, മനസ്സിനൊരു ആശ്വാസം കിട്ടും. സിമ്പിളായിട്ടുള്ള റൂബ്രിക്കാണ് ഓക്യുപ്പേഷൻ അമിലറേറ്റ്സ് എന്നുള്ളതാണ്. ഓക്യുപ്പേഷൻ അമിലറേറ്റ്സ് ദി കംപ്ലൈന്റ്. വീട്ടില് ഒരു കുട്ടി വന്നപ്പോൾ അവന്റെ കളിപ്പാട്ടങ്ങളെല്ലാം ഒളിപ്പിച്ചു വെച്ചു, എല്ലാം മാറ്റി വെച്ച. എന്താ കാരണം? അത് ഒന്ന് സെൽഫിഷ്നെസ് ആവാം, അതേപോലെ ജലസി ആവാം. ജലസി ടോയ്സ് അബൌട്ട് എന്ന് പറഞ്ഞിട്ട് റൂബ്രിക് ഉണ്ട്. ജലസി ടോയ്സ് അബൌട്ട്. രണ്ടാമത്തെ റൂബ്രിക് സെൽഫിഷ്നെസ് എന്നുള്ളതാണ്. അവൻ വളരെ സെൽഫിഷാണ്, അവന്റെ കാര്യങ്ങൾ മറ്റാരുമായിട്ട് ഷെയർ ചെയ്യില്ല, മറ്റാർക്കും ഒന്നും കൊടുക്കൂല. അതിനാണ് സെൽഫിഷ്നെസ് എന്ന് പറയുക. അതേപോലെ ജലസി ടോയ്സ് അബൌട്ട്. ഒരു കുട്ടിക്ക് അവൻ്റെ ഒരു കളിപ്പാട്ടം അവൻ കൊടുക്കില്ല സാറേ എന്നാ പറയാം. ഡോക്ടർ, എൻ്റെ ഭർത്താവ് ഒരു മദ്യപാനിയാണ്, ഇടക്ക് നിർത്തും പിന്നെയും തുടങ്ങും, പിന്നെ കുറച്ചു കാലം നിർത്തും പിന്നെയും തുടങ്ങും. എന്താ അത് കണ്ടീഷൻ? ഡിപ്സോമാനിയ എന്നാണ് അതിൽ റൂബ്രിക് വർക്ക്ഔട്ട് ചെയ്യുക. ഡിപ്സോമാനിയ. ഡോക്ടർ, എൻ്റെ ഭർത്താവിനെ ഞാൻ ഒരിക്കലും അങ്ങനെ ഒരു ആത്മാർത്ഥമായി സ്നേഹിക്കണമെന്നില്ല, ഒരുമിച്ച് ഞങ്ങൾ അങ്ങനെ ജീവിക്കുന്നതേ ഉള്ളൂ, അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് എന്നെ അങ്ങനെ സ്നേഹിക്കണമെന്നില്ല, വെറുതെ ഒരു യാന്ത്രികമായിട്ടുള്ള ഒരു ജീവിതമാണ് ഞങ്ങളുടേത്, പരസ്പര സ്നേഹമൊന്നുമില്ല എന്നാണ് പറയുന്നത്. എങ്ങനെ അത് വർക്ക്ഔട്ട് ചെയ്യും നമ്മൾ? ഇതൊക്കെ പേഷ്യൻസ് നമ്മളെ അടുത്ത് വന്നിട്ട് കേസ് എടുക്കുമ്പോൾ പറയുന്ന കാര്യങ്ങളാണ്. മൈൻഡിൽ അവേർഷൻ ഹസ്ബൻഡ് ടു എന്ന് പറഞ്ഞിട്ട് ഒരു റൂബ്രിക് ഉണ്ട്. അവേർഷൻ ഹസ്ബൻഡ് ടു. അതേപോലെ രണ്ടാമത്തെ റൂബ്രിക്കാണ് ഇൻഡിഫറൻസ് ടു ഫാമിലി. അതിൽ ഇൻഡിഫറൻസ് ടു ഹസ്ബൻഡ് ആവാം, ഇൻഡിഫറൻസ് ടു വൈഫ് ആവാം. ഇൻഡിഫറൻസ് എന്ന് പറയുമ്പോൾ ഒരു നിർവികാരമായിട്ട് നമ്മളെങ്ങനെ യാന്ത്രികമായിട്ട് ജീവിച്ചു പോകുന്ന കണ്ടീഷനിലാണ് നമ്മൾ ഇൻഡിഫറൻസ് എന്നുള്ള റൂബ്രിക് വർക്ക്ഔട്ട് ചെയ്യാവുന്നത്. അതേപോലെ മൈൻഡിൽ അവേർഷൻ ടു ഹസ്ബൻഡ്. ഡോക്ടർ, ആ ആക്സിഡന്റ് നടന്നതിന് ശേഷം ഒന്നും ശരിയായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നുള്ള ടോട്ടൽ ഒരു മനസ്സിനെല്ലാം കൂടെ ഒരു മൂടിക്കെട്ടിയ അവസ്ഥയാണ്, ഒരു ഡൾനെസ് ആണ്, ഒരു കൺഫ്യൂഷൻ ആണെന്ന് പറയാം ആക്സിഡന്റ് നടന്നതിന് ശേഷം. അതിനുള്ള റൂബ്രിക് മൈൻഡിൽ കൺഫ്യൂഷൻ ഇഞ്ചുറി ടു ദി ഹെഡ് ആഫ്റ്റർ എന്നുള്ളതാണ്. കൺഫ്യൂഷൻ ഇഞ്ചുറി ടു ദി ഹെഡ് ആഫ്റ്റർ. റോഡ് ട്രാഫിക് ആക്സിഡന്റ് നടന്നു, അതിന് ശേഷം മൊത്തത്തിൽ ഒരു ഡള്ളാവാണ്, ഒരു കാര്യം കോംപ്രഹെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല, ടോട്ടൽ കൺഫ്യൂഷനാണ്. ആ കേസിൽ നമ്മൾ ഈ റൂബ്രിക്കാണ് വർക്ക്ഔട്ട് ചെയ്യേണ്ടത്. വളരെ സ്പെസിഫിക് ആയിട്ട് റൂബ്രിക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുകയും ചെയ്യും. ഡോക്ടർ, എഴുതുന്ന സമയത്ത് അക്ഷരങ്ങൾ എങ്ങനെ മാറി മറിഞ്ഞു പോകുന്നത് എന്നുള്ളതാണ്. തെറ്റുകൾ വരികയാണ്, അക്ഷരങ്ങൾ തെറ്റിപ്പോകുന്നു എഴുതുന്ന സമയത്ത്. അതും ലേണിംഗ് ഡിസബിലിറ്റിയുടെ ഭാഗമാണ്. കുട്ടികൾക്ക് നമുക്ക് ഡിസ്ലെക്സിയയിൽ വർക്ക്ഔട്ട് ചെയ്യുന്ന പല റൂബ്രിക്കുകളിൽപ്പെട്ട ഒരു റൂബ്രിക്കാണിത്. മൈൻഡിൽ മിസ്റ്റേക്സ് റീഡിംഗ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്, മിസ്റ്റേക്സ് റൈറ്റിംഗ് എന്ന് പറഞ്ഞിട്ടും കൊടുത്തിട്ടുണ്ട്. എഴുതുന്ന സമയത്ത് തെറ്റുകൾ, അതേപോലെ വായിക്കുന്ന സമയത്ത് തെറ്റുകൾ ഉണ്ടെങ്കിൽ. പിന്നെ ഏത് സമയം നോക്കിയാലും മറ്റുള്ളവരെ പറ്റി അപവാദങ്ങൾ പറയലാണ് അവരുടെ ഹോബി എന്നാണ് പറയുന്നത്. അവർക്ക് എപ്പോഴും അങ്ങനെ തന്നെയാണ്. ചില സ്ത്രീകൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിലോ ജോലി സ്ഥലത്തൊക്കെ ഉള്ള സർക്കിളിലുള്ള ആൾക്കാരെ നമുക്ക് അങ്ങനെ പറ്റി കാണാറുണ്ട്. എപ്പോഴും മറ്റുള്ളവരെ പറ്റി നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, അപവാദങ്ങൾ മാത്രമേ ഇവരെ വായിൽ വരുള്ളൂ. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഇവരെ അങ്ങനെ സംസാരിക്കില്ല. അതിന് സ്ലാൻഡർ ഡിസ്പോസിഷൻ ടു എന്നുള്ളതാണ്. മറ്റുള്ളവരെ ഇകഴ്ത്തി സംസാരിക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവരെ പറ്റി മോശമായി പറയുന്ന പ്രകൃതിയുള്ള ആൾക്കാരൊക്കെ അതിന് സ്ലാൻഡർ ഡിസ്പോസിഷൻ ടു എന്നാണ് പറയുന്നത്. ഡോക്ടർ, എൻ്റെ ഭാര്യ ഒരാളെ പറ്റി നല്ലത് പറയൂല എന്നാ പറയാം. എല്ലാ കാര്യത്തിലും അവൾ എന്തെങ്കിലും കുറ്റവും കുറവും കണ്ടുപിടിക്കും.
എന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ കുറ്റവും കുറവും കണ്ടുപിടിക്കുന്ന ഇതാണ്. ഒരാളെ പറ്റി ഇവർ നല്ല കാര്യം പറയില്ല എന്ന് വെച്ചാൽ നെഗറ്റീവ് തോട്ടാണ് എപ്പോഴും അവർക്ക് ഉണ്ടാവുക. ഇതിന് കെന്നർ റിപ്പോർട്ടിൽ 2 റൂബ്രിക്കാണ് കൊടുത്തിരിക്കുന്നത്. ഒന്ന് സെൻസോറിയസ് എന്ന് പറയും, അതേപോലെ ക്രിട്ടിക്കൽ എന്നുള്ളതാണ്. രണ്ടും ഫാൾട്ട് ഫൈൻഡിങ്ങിന് വർക്കൗട്ട് ചെയ്യുന്ന റൂബ്രിക്കാണ്. ഇവരെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ കുറ്റവും കുറവും കണ്ടുപിടിക്കലാണ്. ഇപ്പോൾ ഒരു റിസർച്ച് പേപ്പർ വളരെ നന്നായിട്ട് ഒരു ഇന്റർനാഷണൽ പിയർ റിവ്യൂഡ് ജേർണലിൽ ചെയ്തിട്ടുണ്ടാവും, എന്നാലും അതിലെന്തെങ്കിലും ഒരു തെറ്റ് അവർ കണ്ടുപിടിക്കും. ഇപ്പോൾ ഒരു ഡോക്ടർ ഒരു നല്ല കേസ് മാറ്റിയെടുത്തിട്ടുണ്ടാവും, പക്ഷേ എന്നാലും അതിലൊരു കുറ്റം കുറവും. നിങ്ങൾ ആ ഒരു പൊട്ടൻസി കൊടുത്ത സമയത്ത് പിന്നെ അത് റിപ്പീറ്റ് ചെയ്തത് ഇത്ര ഇന്റർവെല്ലിലാണ് റിപ്പീറ്റ് ചെയ്തിരുന്നത്, പക്ഷെ നിങ്ങൾ റിപ്പീറ്റ് ചെയ്തപ്പോൾ 2 ദിവസം കുറഞ്ഞു പോയി. അങ്ങനെ മറ്റുള്ളവരെ കുറ്റം കുറവ് കണ്ടുപിടിക്കുന്നതിനാണ് സെൻസോറിയസ് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ എന്നുള്ള റൂബ്രിക്ക് വർക്കൗട്ട് ചെയ്യുന്നത്. ഡോക്ടറെ, ഞാൻ പുകവലിക്കാറുണ്ട്, ഇടയ്ക്കൊക്കെ ഒരു സ്മോൾ അടിക്കുക, അതിനാൽ ഹോമിയോപ്പതി എനിക്ക് ശരിയാവില്ല എന്നുള്ള. ഹോമിയോപ്പതി എനിക്ക് അങ്ങനെ പൊതുവെ ശരിയാവില്ല, ഞാൻ ഇടയ്ക്കൊക്കെ ഒരു സ്മോൾ അടിക്കാറുണ്ട്, പുകവലിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ എടുക്കേണ്ട റൂബ്രിക്ക് ഹോമിയോപ്പതി അവേർഷൻ ടു എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഹോമിയോപ്പതി കഴിക്കാണ്ടിരുന്നത്. ഹോമിയോപ്പതി അവേർഷൻ ടു. സോ ദാറ്റ്സ് എ റൂബ്രിക് ഇൻ ദാറ്റ് കണ്ടീഷൻ. ഇപ്പോൾ ഒരുപാട് ചികിത്സ കഴിഞ്ഞാണ്, അലോപ്പതി മരുന്നുകൾ ഒരുപാട് വർഷം കഴിച്ചു, അല്ലെങ്കിൽ ആയുർവേദം കഴിച്ചു, ഒരു അസുഖത്തിന് ഒരു കുറവുമില്ല. എന്നാലും നമ്മളെ അടുത്ത് വന്ന് ചോദിക്കും, ഡോക്ടർ ഇനിയിപ്പം ഏകദേശം എത്ര മാസം കഴിക്കേണ്ടി വരും? എവിടെ വർഷങ്ങളായിട്ട് അവനെ അലോപ്പതി മരുന്ന് കഴിച്ചിട്ടാണ് വരുന്നത്. എന്നാലും നമ്മൾ ആകെ ഫസ്റ്റ് ഒരു തവണ മരുന്ന് കഴിച്ചിട്ടുള്ളൂ, അല്ലെങ്കിൽ ഫസ്റ്റിൽ കേസ് എടുക്കുമ്പോൾ തന്നെ പറയും, അല്ല ഡോക്ടർ ഇനിയിപ്പം 2 ആഴ്ച കഴിഞ്ഞിട്ട് വരേണ്ടി വരുമോ, അല്ലെങ്കിൽ എത്ര കാലം മരുന്ന് കഴിക്കേണ്ടി വരും? അപ്പോൾ ഇങ്ങനെ വെച്ചാൽ പൊതുവേ അവരെങ്ങനെയാണ് എല്ലാ കാര്യത്തിലും ഒരു അക്ഷമരായിട്ടുള്ള ആൾക്കാരാണ്. ഇത്രയും ബുദ്ധിമുട്ടുള്ള അസുഖമാണ്, അസുഖം കുറഞ്ഞിട്ടില്ല, വേറൊരു ചികിത്സക്ക് വന്നാണ് കുറച്ച് സമയം എടുക്കും എന്നുള്ളതൊക്കെ സ്വാഭാവികമായിട്ട് അറിയാമെങ്കിൽ ഇവരതിന് ഒരു ക്ഷമ ഉണ്ടാവില്ല. അതിനാണ് ഇംപേഷ്യൻ്റ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ പേഷ്യൻ്റ് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ കറക്റ്റായിട്ടുള്ള റൂബ്രിക്ക് വരണം എന്നുള്ളതാണ്. ഡോക്ടർ, ഹോമിയോപ്പതി ഒരുപാട് സമയം എടുക്കൂല, എനിക്ക് ശരിയാവില്ല എന്നാണ് പറയും. അത് കുറേ സമയം എടുക്കുമല്ലോ നമുക്കൊന്ന് ഇതായി വരാൻ. ആദ്യം അസുഖമൊക്കെ ഒന്ന് പുറത്തേക്ക് ചാടിച്ച് പിന്നെ അതൊക്കെ ഒന്ന് ശരിയായി വരാൻ ഒരുപാട് സമയം എടുക്കും. അപ്പോൾ അത് എന്നെ പോലെയുള്ള ആൾക്കാർക്കൊന്നും ശരിയാവില്ല, ഇതൊക്കെ പെട്ടെന്ന് അസുഖം മാറി ജോലിക്ക് പോകേണ്ടതല്ലേ എന്നുള്ളത്. അതിൽ 2 റൂബ്രിക്കാണ് വരിക. ഒന്ന് ഹോമിയോപ്പതി അവേർഷൻ ടു എന്ന് പറഞ്ഞിട്ട് റൂബ്രിക്ക് സിന്തസിസ് റെപ്പർട്ടറിയിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ റിപ്പൾസീവ് എന്നുള്ളതാണ്, ബ്ലെയിമിംഗ് ആണ് റിപ്പൾസീവ്. ഈ 2 റൂബ്രിക്കാണ് ഈ കണ്ടീഷനിൽ നമുക്ക് വർക്കൗട്ട് ചെയ്യാവുന്നത്. അതേപോലെ പല ഡോക്ടർമാരെ മാറി മാറി കാണിക്കുന്ന രോഗികളുണ്ട്. ഇപ്പോൾ കുറച്ചു കാലം നമ്മളെ അടുത്ത് വരും, പിന്നെ കുറച്ച് കഴിഞ്ഞ് തൊട്ടപ്പുറത്തുള്ള ഡോക്ടറെ അടുത്ത് പോകും, പിന്നെ അത് കഴിഞ്ഞ് അതിൻ്റെ അടുത്തുള്ള ഡോക്ടറെ അടുത്ത് പോകും, അതൊക്കെ കഴിഞ്ഞ് കറങ്ങി തിരിഞ്ഞ് അവസാനം നമ്മളെ അടുത്ത് തന്നെ വരികയും ചെയ്യും. ചില പേഷ്യൻസ് അങ്ങനെയാണ്. അപ്പോൾ അവരുടെ കേസ് റെക്കോർഡ് അല്ലെങ്കിൽ അവരുടെ ഹിസ്റ്ററി, അവരുടെ കയ്യിലുള്ള പേപ്പേഴ്സൊക്കെ നോക്കിയാൽ മനസ്സിലായി നിങ്ങൾ എന്തിനാ എത്രയും മാറി മാറി കാണിച്ചെന്ന് ചോദിച്ചാൽ അവർ പറയും എങ്ങനെയാണ്. അപ്പോൾ ഇത് ശരിയാവില്ല എന്ന് തോന്നിയപ്പോൾ മറ്റോളെ കാണിച്ച്, അവിടെ പോയപ്പോൾ അതും ശരിയായില്ല, അപ്പോൾ മറ്റോളെ കാണിച്ച്, അങ്ങനെയാണ് അവർ പറയുക. എന്ന് വെച്ചാൽ ഒരു ഡോക്ടറെ അടുത്തും ഒരു സ്ഥിരമായിട്ട് അവർ നിൽക്കൂല, ഒരു ജോലിയിലും അവർ സ്ഥിരമായിട്ട് നിൽക്കൂല. അപ്പോൾ ഇങ്ങനെ നമ്മുടെ അവരുടെ ഹിസ്റ്ററി എടുത്ത് നോക്കുമ്പോൾ പല ഡോക്ടർമാരും ഈ ചെറിയൊരു അസുഖത്തിന് മാറി മാറി കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എടുക്കേണ്ട റൂബ്രിക്ക് ഇൻകോൺസ്റ്റൻസി എന്നുള്ളതാണ്. അവരൊരു സ്ഥാനത്തിലും ഫിക്കിൾ മൈൻഡഡ് ആണ്, ഒരു സ്ഥാനത്തിലും അവർ സ്ഥിരമായിട്ട് ഉറച്ചു നിൽക്കൂല. ഭർത്താവിന്റെ മുഖഭാവം എന്താണെന്ന് പറയാൻ പറ്റില്ല എന്നുള്ള, എപ്പോഴും ഒരേ ഭാവമാണ്, സങ്കടമാണോ ദേഷ്യമാണോ എന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പം ഭർത്താവിനിപ്പം ഒരു ഇൻസിഡന്റ് ഉണ്ടായാൽ അതിൽ അദ്ദേഹത്തിന് സങ്കടമാണോ ദേഷ്യമാണോ എന്നുള്ളത് നമുക്ക് നോക്കിയാൽ മനസ്സിലാവില്ല എന്നുള്ളതാണ്. ആ രീതിയിലുള്ള ഒരു എന്ന് വെച്ചാൽ ഒരു നിർജീവമായിട്ടുള്ളൊരു മുഖാവസ്ഥയാണ് പലപ്പോഴും എൻ്റെ ഭർത്താവിന് എന്ന് പറയും. അപ്പോൾ അതിൻ്റെ റൂബ്രിക്ക് ഫേസ് എന്നുള്ള ചാപ്റ്ററിലാണ് വരുന്നത്. ഫേസിൽ എക്സ്പ്രഷൻ വാക്കന്റ് എന്നാണ് അതിൽ റൂബ്രിക്ക് കൊടുത്തിരിക്കുന്നത്. ഫേസിൽ എക്സ്പ്രഷൻ വാക്കന്റ്, നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂല അവരുടെ മുഖത്ത് സങ്കടമാണോ ദേഷ്യമാണോ എന്നുള്ളത്. ഒരു അഡ്വാൻസ്ഡ് സ്റ്റേജ് ഓഫ് പാർക്കിൻസോൺസിൽ അങ്ങനെയാണ്, എക്സ്പ്രഷൻലെസ് ഫേസ് ആയിരിക്കും ഉണ്ടാവും. അയാൾ വളരെ നിഷ്കളങ്കനായിട്ടുള്ള ആളാണ്, ആർക്കും പറ്റിക്കാം. അതിന് റൂബ്രിക്ക് വരുന്നത് നെയ്വ് എന്നാണ് അതിന് റൂബ്രിക്ക് വരുന്നത്. അവൾ ആരെന്ത് പറഞ്ഞാലും പെട്ടെന്ന് വിശ്വസിക്കും. അതിന് റൂബ്രിക്ക് പറയും ക്രെഡുലസ് എന്നുള്ളതാണ്. ഒന്ന് നിഷ്കളങ്കനായിട്ടുള്ള ആൾ, അതിന് നെയ്വാണ്. രണ്ടാമത്തെ കേസിൽ ആരെന്ത് പറഞ്ഞാലും പെട്ടെന്ന് വിശ്വസിക്കുന്ന ആൾ, അതിന് ക്രെഡുലസ് എന്നുള്ള റൂബ്രിക്കാണ് വർക്കൗട്ട് ചെയ്യുക. മകളുടെ വിവാഹത്തിന് ശേഷം അമ്മ ആത്മഹത്യ ചെയ്തു എന്നാണ്. കാരണം അമ്മ ഒറ്റയ്ക്കായിരുന്നു, അമ്മയും മകളും മാത്രമുള്ളായിരുന്നു. ഇത് വളരെ ശ്രദ്ധിച്ച് നമ്മൾ റൂബ്രിക്ക് എടുക്കേണ്ട ഒരു കണ്ടീഷനും കൂടിയാണ്. ഇത് ചുമ്മാ ഗ്രീഫ് എന്ന് പറഞ്ഞ് നമുക്ക് റൂബ്രിക്ക് എടുക്കാൻ പറ്റില്ല. അച്ഛനും മകളും അമ്മയും മാത്രമുള്ളായിരുന്നു. അതിൽ മകളുടെ കല്യാണം കഴിഞ്ഞു, അമ്മ ഒറ്റയ്ക്കായി. അപ്പം അതിൽ മനം നൊന്ത് അമ്മ ആത്മഹത്യ ചെയ്തു എന്നുള്ള, അത് മകളോടുള്ള ദേഷ്യം കൊണ്ടൊന്നല്ല, ഒറ്റയ്ക്കായി എന്നുള്ളൊരു ഫീലിംഗ് ആണ്. അപ്പം അതിൻ്റെ കറക്റ്റ് റൂബ്രിക്ക് പറയുന്നത് ഡെസോലേറ്റ് എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ എനിക്ക് വേണ്ടപ്പെട്ട ഒരാൾ മരിച്ചുപോയി, അല്ലെങ്കിൽ അവർ എന്നെ വിട്ടുപോയി, ആ കണ്ടീഷനാണ് ഡെസോലേറ്റ് എന്ന് പറഞ്ഞ് സിന്തസിസ് റെപ്പർട്ടറിയിൽ റൂബ്രിക്ക് കൊടുത്തിരിക്കുന്നത്.
അതേപോലെ മറ്റ് റെപ്പർട്ടറികളിലൊക്കെ കംപ്ലീറ്റ് റെപ്പർട്ടറിയിലൊക്കെ റൂബ്രിക് ഉണ്ട് ബ്രൂഡിങ് സൂയിസൈഡൽ ഡിസ്പോസിഷൻ വിത്ത്, സൂയിസൈഡൽ ഡിസ്പോസിഷൻ, ഗ്രീഫ് ഫ്രം, ഇങ്ങനെയുള്ള 2 റൂബ്രിക്കും കൂടെ കൊടുത്തിട്ടുണ്ട്. ബ്രൂഡിംഗ് എന്ന് പറഞ്ഞാൽ ഡിപ്രഷന് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്ന കാര്യമാണ്. റീസെന്റ് ആയിട്ട് നടന്നിട്ടുള്ള ഒരു ഇൻസിഡന്റിന്റെ മുകളിൽ ഡിപ്രഷൻ ആകുമ്പോഴാണ് ബ്രൂഡിംഗ് എന്ന് വർക്കൗട്ട് ചെയ്യുക. ബ്രൂഡിംഗ് സൂയിസൈഡൽ ഡിസ്പോസിഷൻ ടു എന്ന് പറഞ്ഞൊരു റൂബ്രിക് ഉണ്ട്. അതേപോലെ സൂയിസൈഡൽ ഡിസ്പോസിഷൻ, ഗ്രീഫ് ഫ്രം എന്ന് പറഞ്ഞിട്ടൊരു റൂബ്രിക്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 3 റൂബ്രിക്കുകളാണ് ഈ കണ്ടീഷനിൽ നമുക്ക് വർക്കൗട്ട് ചെയ്യാവുന്നത്. ഡോക്ടർ, എൻ്റെ ഭർത്താവിന് എന്നോട് സ്നേഹമൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ എൻ്റെ ഭാര്യയ്ക്ക് എന്നോട് സ്നേഹമൊക്കെ ഉണ്ട്, പക്ഷെങ്കിൽ അത് അവർ മുഖത്തൊരിക്കലും പ്രകടിപ്പിക്കൂല എന്നുള്ളതാണ്. മക്കളോട് സ്നേഹമൊക്കെ ഉണ്ട്, പക്ഷെ അച്ഛനത് മുഖത്തൊന്നും പ്രകടിപ്പിക്കില്ല, എപ്പോഴും സീരിയസ് ആയിട്ടിരിക്കും. അതിലാണ് റൂബ്രിക് വരുന്നത്. ലവ് ചിൽഡ്രൻ എന്ന് പറഞ്ഞിട്ട് റൂബ്രിക് ഉണ്ട്. അതിൽ ഫോർ ഡോട്ടർ ഫോർ ലിമിറ്റഡ് എക്സ്പ്രഷൻ ഓഫ് ഇറ്റ്. മക്കളോട് സ്നേഹമുണ്ട്, ബട്ട് ലിമിറ്റഡ് എക്സ്പ്രഷൻ ഓഫ് ഇറ്റ് എന്നുള്ളതാണ് റൂബ്രിക് വരുന്നത്. ഭർത്താവിനോട് അല്ലെങ്കിൽ മക്കളോടൊക്കെ സ്നേഹമുണ്ട്, പക്ഷെ അത് എക്സ്പ്രസ് ചെയ്യൂല. അതിനാണ് ആ കണ്ടീഷനിലാണ് നമ്മൾ ഈ റൂബ്രിക് വർക്കൗട്ട് ചെയ്യുന്നത്. മകൻ പഠിച്ചത് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലായിരുന്നു. ഇപ്പോൾ അവൻ മലയാളം മീഡിയത്തിൽ ചേർന്നു. അപ്പോൾ അതിൻ്റെ പാഠഭാഗങ്ങൾ ക്ലാസ്സിൽ വായിച്ചപ്പോൾ തെറ്റിപ്പോയി. അപ്പോൾ മറ്റു കുട്ടികളെല്ലാം കൂടി ഇരുന്ന് ചിരിക്കാൻ തുടങ്ങി. അപ്പോൾ അവൻ പറയുന്നത് ഇനി ഞാൻ സ്കൂളിൽ പോകണില്ല എന്നുള്ളതാണ്. അവനത് വല്ലാണ്ട് ഫീൽ ചെയ്തു എന്നുള്ളതാണ്. മറ്റു കുട്ടികളൊക്കെ കളിയാക്കി. അപ്പം എനിക്ക് ഇനി ആ സ്കൂളിലേക്ക് ഞാൻ പോകുന്നില്ല, അത് വല്ലാണ്ട് ഫീൽ ചെയ്തു പോയി. ഇതെങ്ങനെ കണ്ടീഷൻ നമ്മൾ വർക്കൗട്ട് ചെയ്യാം? അതിൽ വരുന്നത് എയിൽമെന്റ്സ് ഫ്രം ഇൻസൾട്ട് എന്ന് പറഞ്ഞിട്ട് റൂബ്രിക് കൊടുത്തിട്ടുണ്ട്. ഒഫൻഡഡ് ഈസിലി, എയിൽമെന്റ്സ് ഫ്രം ഇൻസൾട്ട് ഓർ എയിൽമെന്റ്സ് ഫ്രം ഒഫൻഡഡ് ഈസിലി, പെട്ടെന്ന് ഫീൽ ചെയ്യുന്ന ആൾക്കാരാണ്. അതേപോലെ കംപ്ലീറ്റ് റെപ്പർട്ടറിയിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റൂബ്രിക് കൊടുത്തിട്ടുണ്ട്. മൈൻഡിൽ ഇൻസൾട്ട് എന്ന് പറഞ്ഞിട്ട് റൂബ്രിക് ഉണ്ട്. ഒഫൻസസ്, എയിൽമെന്റ്സ് ഫ്രം, ഒഫൻസസ് ഓർ ഇൻസൾട്ട്, എയിൽമെന്റ്സ് ഫ്രം, ഈ 2 റൂബ്രിക്കാണ് ഈ കേസിൽ നമുക്ക് വർക്കൗട്ട് ചെയ്യാവുന്നത്. അപ്പോൾ നമ്മൾ മിക്കവാറും എല്ലാ റെപ്പർട്ടറികളും നോക്കി എടുത്തിട്ടുണ്ടെങ്കിൽ വളരെ കറക്റ്റ് ആയിട്ടുള്ള നല്ല വെൽ റെപ്രസെൻറ്റഡ് ആയിട്ടുള്ള മെഡിസിൻസ് ഒക്കെ ഉള്ള റൂബ്രിക് നമുക്ക് കിട്ടും. ഒരു റെപ്പർട്ടറി മാത്രം കംപ്ലീറ്റ് അല്ല, ഓരോ റെപ്പർട്ടറിക്കും അതിൻ്റെതായിട്ടുള്ള മെറിറ്റുകളും ഡിമെറിറ്റുകളും ഒക്കെയാണ്. പിന്നെ ഒരു പേഷ്യൻ്റ് പറയുന്നത്, ഡോക്ടറെ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ എനിക്ക് വല്ലാണ്ട് ഊരവേദന വരും, ബാക്കിൽ വേദന വരും എന്നുള്ളതാണ്. ബാക്ക് പെയിൻ ഉണ്ടാവും ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ. എങ്ങനെ നമ്മളത് വർക്കൗട്ട് ചെയ്യും? ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ ഡോക്ടർ എനിക്ക് ബാക്ക് പെയിൻ വരും. ഇതൊക്കെ ഓരോ പേഷ്യൻസ് നമ്മളോട് പറയുന്നതാണ്. ഇപ്പോൾ കോളേജിൽ ഡിസ്കഷൻ്റെ ഇടയ്ക്ക് പേഷ്യൻസ് പറയുന്ന കുറേ കാര്യങ്ങളാണ് അതൊക്കെ. ബാക്കിൽ പെയിൻ ഫാസ്റ്റിംഗ് അഗ്രവേറ്റ്സ് എന്നുള്ളതാണ് റൂബ്രിക്. ബാക്ക് പെയിൻ ഫാസ്റ്റിംഗ് അഗ്രവേറ്റ്സ്. പിന്നെ എന്ത് പ്രശ്നം ഉണ്ടായാലും അയാളെ പിടിച്ചുലക്കാത്ത രീതിയിൽ ശാന്തനായി നിൽക്കാൻ അയാൾക്കൊരു കഴിവാണെന്നുള്ളതാണ്. എന്തൊക്കെ വിഷയം ഉണ്ടെങ്കിലും ഞങ്ങളുടെ പ്രിൻസിപ്പൾ വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് ഇത് കൈകാര്യം ചെയ്യും. ഡയറക്ടർ കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് ഇത് കൈകാര്യം ചെയ്യും, അല്ലെങ്കിൽ ബോസ് കാം ആൻഡ് ക്വയറ്റ് ആയിട്ട്, അല്ലെങ്കിൽ അച്ഛൻ അത് വളരെ ശ്രദ്ധയോടുകൂടെ കൈകാര്യം ചെയ്യും. അച്ഛൻ അതൊന്നും ഒരു പ്രശ്നമില്ല, എന്തൊക്കെ വിഷയം വീട്ടിലുണ്ടെങ്കിൽ അച്ഛൻ അത് കൈകാര്യം ചെയ്യാൻ അറിയാമെന്നുള്ളത്. എന്നുവെച്ചാൽ അവരെ മനസ്സിന് ശാന്തത ഉണ്ടാവും, അതിലാകെ ബേജാറായി നിൽക്കൊന്നുമില്ല എത്രയും വിഷയങ്ങൾ ഉണ്ടായാലും. അപ്പോൾ അതിന് പറയുന്ന റൂബ്രിക് ട്രാങ്ക്വിലിറ്റി എന്നുള്ളതാണ്. പ്രോബ്ലംസ് നോട്ട് ബോതേർഡ് ബൈ ലിറ്റിൽ. ട്രാങ്ക്വിലിറ്റി എന്ന് പറയുമ്പോൾ ഒരു ശാന്തത, ഒരു കാംനെസ് എന്നൊക്കെയാണ്. മനസ്സിന്റെ ഒരു കാംനെസ്സിനാണ് ട്രാങ്ക്വിലിറ്റി എന്ന് പറയാം. പ്രോബ്ലംസ് നോട്ട് ബോതേർഡ് ബൈ ലിറ്റിൽ എന്നുള്ളതാണ്. പിന്നെ അയാൾക്ക് പെപ്സി, മെറിൻഡ പോലെയുള്ള കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ഉണ്ടല്ലോ, അത് കഴിക്കാൻ വലിയ ഇഷ്ടമാണ്. പെപ്സി, കോക്ക്, മെറിൻഡ അങ്ങനെയുള്ള സാധനങ്ങൾക്കൊക്കെ ഇപ്പോഴത്തെ പുതിയ ജനറേഷന് വല്ലാണ്ട് താല്പര്യമാണ്. അപ്പോൾ അതിന് നമുക്ക് സ്പെസിഫിക് ആയിട്ട് കുറച്ച് മെഡിസിൻസും കൊടുത്തിട്ടുണ്ട്. ജനറൽസിൽ ഫുഡ് ആൻഡ് ഡ്രിങ്ക്സ് കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ഡിസയർ എന്നുള്ളതാണ് റൂബ്രിക് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ജനറൽസിൽ ഫുഡ് ആൻഡ് ഡ്രിങ്ക്സ് കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ഡിസയർ, ദാറ്റ്സ് റൂബ്രിക് ഇൻ ദാറ്റ് കേസ്. അപ്പോൾ പറഞ്ഞു വരുന്നത്, രോഗികൾ പറയുന്ന മിക്കവാറും കാര്യങ്ങളൊക്കെ നമ്മുടെ റെപ്പർട്ടറിയിൽ അല്ലെങ്കിൽ മെറ്റീരിയൽ മെഡിക്കലൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് പ്രോപ്പറായിട്ട് വളരെ ശ്രദ്ധിച്ച് നമ്മൾ റൂബ്രിക്കായിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള മെഡിസിൻസിലേക്ക് നമുക്ക് എത്താൻ പറ്റും. വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ പേഷ്യൻറ്റിന് റിസൾട്ടും കിട്ടുകയും ചെയ്യും. ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും റൂബ്രിക്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ തുടർച്ചയായിട്ട് ബാക്കിയുള്ള നമ്മുടെ സാധാരണ ക്ലിനിക്കുകളിൽ അല്ലെങ്കിൽ ഒ പിയിൽ ഐ പിയിലൊക്കെ പേഷ്യൻസ് പറയുന്ന കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ പോയാൽ youtube.com/dr Mansoor Ali ആ ചാനലിൽ പോയി കഴിഞ്ഞാൽ ഇതുപോലുള്ള ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതേപോലെ ഈ സീരീസ്, ഈ പരമ്പരയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, സംശയങ്ങൾ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയോ ഞങ്ങൾക്ക് മെയിലായിട്ട് അയക്കുകയോ വാട്സാപ്പായിട്ട് അയക്കുകയോ ചെയ്യാം. അതേപോലെ നിങ്ങൾക്ക് ക്ലിനിക്കിൽ ഏതെങ്കിലും കണ്ടീഷൻസ് റൂബ്രിക്കായിട്ട് കൺവേർട്ട് ചെയ്യാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ആ കണ്ടീഷൻ മലയാളത്തിലോ ഇംഗ്ലീഷിലോ എഴുതിയിട്ട് ഞങ്ങൾക്ക് അയച്ചു തന്നാൽ
അതിന് റിലേറ്റഡ് ആയിട്ടുള്ള അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള റൂബ്രിക്കുകൾ ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്നതാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ആൻഡ് ദാറ്റ്സ് ഓൾ ഫോർ ദി ടൈം ബീയിങ്. താങ്ക് യു.